ഗവൺമെന്റ് HMS&AO ഗ്രൂപ്പിലെ പ്രിയ അംഗങ്ങളെ, നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കാനിടയായ സാഹചര്യവും ഗ്രൂപ്പിന്റെ ഉദ്ദേശങ്ങളും ഒക്കെ നമ്മൾ പല പ്രാവശ്യമായിട്ട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ലോക്ക്ഡൌൺ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഉള്ള ആലോചനയിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു നമ്മുടെ പാർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം. അപ്പൊ അത് 3 ദിവസമായിട്ട് ഇപ്പം നടന്നു കഴിഞ്ഞു. 4ാമത്തെ ദിവസമാണ്. ഇത് യൂട്യൂബ് ലിങ്ക് പ്രൊവൈഡ് ചെയ്തത് കൊണ്ടായിരിക്കാം ഇന്ന് ഇതിൽ പങ്കാളിത്തം കുറവായിട്ടാണ് കാണുന്നത്. നമ്മൾ 100 കഴിഞ്ഞിട്ട് ആളുകളെ എൻ്റർ ചെയ്യിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ആദ്യ ദിവസങ്ങളിലൊക്കെ. യൂട്യൂബ് ലിങ്ക് കൂടുതൽ ഫലപ്രദമായതുകൊണ്ടായിരിക്കാം കൂടുതൽ പേര് അത് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പം ഏതായാലും നമ്മൾ 2 ദിവസം ഒരു ബാച്ചിനും അടുത്ത 2 ദിവസം അടുത്ത ബാച്ചിനും എന്നുള്ള രീതിയിലാണ് ക്ലാസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ ദിവസമാണ്. അപ്പം ഈ ഒരു ക്ലാസ് ഇന്ന് നമുക്ക് കൈകാര്യം ചെയ്യുന്നത് ബഹുമാന്യനായ പ്രമോദ് സാറാണ്. ഇൻട്രൊഡക്ഷൻ ഒക്കെ എല്ലാവർക്കും അറിയണ്ടാവും. സാറിനെ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം GHS പുറമറ്റത്തെ പ്രധാന അധ്യാപകനും കോഴിക്കോട് ജില്ലയിലെ IT മാസ്റ്റർ ട്രെയിനറുമായ പ്രമോദ് സാർ, സാറെ വളരെ സ്നേഹത്തോടു കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. പിന്നെ നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നില്ലെങ്കിലും എന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള സുരേഷ് സാർ, കോഴിക്കോട് DO മനോജ് സാർ ഈ ഗ്രൂപ്പിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ക്ലാസ്സിൽ പങ്കെടുക്കുന്നതായിട്ട് തോന്നി. DO സാറിനെയും പിന്നെ നമുക്ക് നന്ദി പറയുന്നത് ഗ്രൂപ്പിലെ സർവീസ് എക്സ്പേർട്ട് കൂടിയായിട്ടുള്ള മുനാസ് സാർ, സാറിനെയും മൂസക്കോയ സാർ, എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. ഇന്ന് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് നമ്മുടെ IT മാസ്റ്റർ ട്രെയിനറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നു സ്ഥലം വലിയ ഓർമ്മയില്ല, കണ്ണൂര് തലശ്ശേരി ആണെന്ന് തോന്നുന്നു, ജയരാജ് സാറ്. സാർ ഒരു സർവീസ് എക്സ്പേർട്ടും സ്പാർക്ക് എക്സ്പേർട്ടും കൂടെയാണ്. സാറിന്റെ ക്ലാസ്സും നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു. ഏതായാലും സാറ് ഇന്ന് അധ്യക്ഷ സ്ഥാനം വഹിക്കുകയാണ്. അപ്പൊ സാറിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വഹിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹലോ ജയരാജ് സാർ പറഞ്ഞോളൂ. ബഹുമാനപ്പെട്ട ടീച്ചർ, അതുപോലെ തന്നെ പ്രമോദ് സാർ, സുരേഷ് സാർ, മാഷ്, മനോജ് മാഷ്, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രധാന അധ്യാപകരെ, EOമാരെ. സ്വാഗത പ്രസംഗത്തിൽ ടീച്ചർ പറഞ്ഞത് ദേശം വ്യത്യാസമുണ്ട്. ഞാൻ വയനാട് ജില്ലയിലാണ്. ഇപ്പോൾ ആലപ്പുഴ കിടങ്ങര സ്കൂളിൽ ജോലി ചെയ്യുന്നു. IT എക്സ്പെർട്ട് അല്ല. മൂസക്കോയ മാഷ് ഇന്നലെ വിളിച്ചു പറഞ്ഞിരുന്നു അധ്യക്ഷനാവണം എന്നുള്ള രൂപത്തിൽ. ഈ ഗ്രൂപ്പ് തുടങ്ങുന്നതിന് മുമ്പ്, ഈ ഗ്രൂപ്പ് ആദ്യം ഒരു 10-12 പേര് വെച്ചാണ് തുടങ്ങിയിരുന്നത്. അപ്പൊ ആ സമയത്ത് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വ്യാകുലതകൾ പങ്കുവെക്കാൻ വേണ്ടി ഉണ്ടായ ഒരു ഗ്രൂപ്പായിരുന്നത്. ആ ഗ്രൂപ്പിൽ ഞാനും അംഗമായിരുന്നു തുടക്കത്തിൽ തന്നെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരുന്നു ചിലപ്പോൾ അധ്യക്ഷനായിട്ട് മൂസക്കോയ മാഷ് എന്നെ വിളിച്ചിരുന്നത്. അപ്പൊ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞാൽ വളരെ ചെറിയ ഗ്രൂപ്പായി തുടങ്ങിയെങ്കിലും അപ്പൊ അതിനുശേഷം അത് വിപുലീകരിച്ച് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള അധ്യാപകർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 400-ലധികം അധ്യാപകർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിപുലമായ ഒരു ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രധാന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു ഗ്രൂപ്പാണ്. കാരണം അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും സർവീസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് ഇത് മാറി. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അക്കാദമിക് തലത്തിൽ പ്രഗത്ഭന്മാരാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നമ്മൾ എത്രത്തോളം പ്രഗത്ഭന്മാരായ ആളുകളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് ഈ ഗ്രൂപ്പ് മാറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ക്ലാസ് സ്പാർക്ക് ആയിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ക്ലാസ്സാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഇവിടെ നടന്നത്. 2-3 ദിവസം കൊണ്ട് തീർക്കേണ്ടതല്ല, ധാരാളം സമയം എടുക്കുന്നതിന് അതിനുള്ളൊരു അവസരം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അധ്യാപകരും, ഇത് കേട്ട പ്രധാന അധ്യാപകരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ കാര്യത്തിൽ വളരെ ശിശുവാണ്. ഞാൻ ഇന്നലെ ഇത് മുഴുവൻ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നു. ഇന്നും കേൾക്കാൻ തയ്യാറായിട്ട് ഇരിക്കുകയാണ്. കാരണം നമ്മളെ ഭാഗത്തുനിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ ഒരു തരത്തിലുള്ള ഭയവും ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. അതിന് സഹായിക്കുന്ന ധാരാളം ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് സംശയങ്ങളാണെങ്കിൽ അവർ ദൂരീകരിച്ച് തരും. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണ്.
എന്തായാലും ഒരു അധ്യക്ഷ പ്രസംഗത്തിന് അധികം സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് ആണ് പ്രധാനം, വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ് പ്രമോദ് സാറത്. ഇന്നലെയുള്ളതിന്റെ തുടർച്ചയാണ്, അതുകൊണ്ടാണ് ഉദ്ഘാടനം വരെ ഇല്ലാത്ത. ഇന്നലെയാണ് ഉദ്ഘാടനം ഉണ്ടായിരുന്നത്, ഇന്നത്തെ ദിവസം ഉദ്ഘാടനം വെച്ചിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഏതായാലും പ്രമോദ് സാറെ നിങ്ങൾക്ക് എല്ലാവരുടെയും പേരിൽ ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. താങ്ക് യു ജയരാജ് സർ. നമുക്ക് ആരംഭിക്കാം. ഇന്നലെ സുരേഷ് സാറ് സ്പാർക്കുമായി ബന്ധപ്പെട്ട് അതിലെ ആദ്യ മെനു, അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ആ മെനുവിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് സർവീസ് മാറ്റേഴ്സിലുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് സർവീസ് മാറ്റേഴ്സിൽ ചെയ്യാനുള്ളത്? ഞാനൊരു പ്രസന്റേഷന്റെ സഹായത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. സർവീസ് മാറ്റേഴ്സ് തുറന്നാൽ അതിൽ ആദ്യം കാണുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഒരു എംപ്ലോയിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്പാർക്കിലേക്ക് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് സ്പാർക്കിന്റെ സൈറ്റ് ഒന്ന് എടുക്കാം. സ്പാർക്കിന്റെ സൈറ്റിൽ ഞാൻ എൻ്റെ യൂസർ ID വെച്ച് ലോഗിൻ ചെയ്യാണ്. ഓക്കെ, അപ്പൊ സർവീസ് മാറ്റേഴ്സ് തുറന്നാല് അതിൽ ആദ്യം കാണുന്ന മെനു പേഴ്സണൽ ഡീറ്റെയിൽസ്. ഒരു എംപ്ലോയിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കാണുന്നത്. അതിന്റെ ആദ്യത്തെ 3 ടാബുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പേഴ്സണൽ മെമ്മോറാണ്ട, പ്രസന്റ് സർവീസ് ഡീറ്റെയിൽസ്, കോണ്ടാക്ട് ഡീറ്റെയിൽസ്. അപ്പൊ ഇതോരോന്നും ഇപ്പൊ പേഴ്സണൽ മെമ്മോറാണ്ട ക്ലിക്ക് ചെയ്താൽ ആ പേഴ്സണൽ മെമ്മോറാണ്ട ഇവിടെ വരും. പ്രസന്റ് സർവീസ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ പ്രസന്റ് സർവീസ് ഡീറ്റെയിൽസ് വരും. കോണ്ടാക്ട് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ് വരും. ശരി, അപ്പൊ ഇങ്ങനെ ഒരു എംപ്ലോയി സ്പാർക്കില് എങ്ങനെയാണ് വരുന്നത്? അതിന്റെ തുടക്കം ഇന്നലെ സുരേഷ് സാർ പറഞ്ഞു. നമ്മൾ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് മെനുവിലൂടെ, ആരോ ഒരാൾ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്, അതാണ് എക്കോ വരുന്നത്. അഡ്മിനിസ്ട്രേഷൻ മെനുവിലൂടെ ന്യൂ എംപ്ലോയി റെക്കോർഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണ് ഒരു എംപ്ലോയിയെ നമ്മൾ സ്പാർക്കിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അതിന്റെ തുടക്ക കാര്യങ്ങൾ ഇന്നലെ സുരേഷ് സാർ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യങ്ങളാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ന്യൂ എംപ്ലോയി റെക്കോർഡ് ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്പാർക്കിലേക്ക് ഒരു പുതിയ എംപ്ലോയിയുടെ വിവരങ്ങൾ നൽകണം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് വേണ്ടത് ഈ വിവരങ്ങൾ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടണം. അതിനു വേണ്ടിയുള്ള ഒരു ഫോമാണ് ഫോം നമ്പർ 1. സുരേഷ് സാർ സൂചിപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാനത് സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. അപ്പൊ ഈ ഫോം നമ്പർ 1 എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് പൂരിപ്പിച്ച് വാങ്ങണം. അതിലെ വിവരങ്ങൾ ഒറിജിനൽ രേഖകളുമായി ഒത്തുനോക്കണം. ഒരു TDO ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സ്പാർക്കിലുള്ള വിവരങ്ങൾ ആധികാരികമാണ്. അതുകൊണ്ട് തന്നെ സ്പാർക്കിലേക്ക് കൊടുക്കുന്ന വിവരങ്ങൾ കൃത്യമായും ആധികാരികമായ രേഖകളുമായി ഒത്തുനോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ നമ്മുടെ ഓഫീസിലേക്ക് ഒരു എംപ്ലോയി ജോയിൻ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവരോട് ആദ്യം സ്പാർക്കിലെ ഫോം നമ്പർ 1 പൂരിപ്പിച്ച് വാങ്ങണം. അതോടൊപ്പം തന്നെ അവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചർ വേണം.
പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സൈസ് ഇന്നലെ പറഞ്ഞതാണ് മാക്സിമം 12 KB. അതിന്റെ ഡയമെൻഷൻ 3.5 സെന്റിമീറ്റർ ഇൻറ്റു 2.5 സെന്റിമീറ്റർ. അതായത് പിക്സലിൽ പറയുമ്പോൾ 150 ഇൻറ്റു 210, അത് മാക്സിമം ആണ്. അതുപോലെ തന്നെ സിഗ്നേച്ചർ അതിന്റെ നേരെ പകുതിയാണ്, അതായത് 150 ഇൻറ്റു 100 ആണ് സിഗ്നേച്ചറിന്റെ ഫയൽ സൈസ്, അതായത് 3.5 ഇൻറ്റു 1.5 സെന്റിമീറ്റർ. അപ്പൊ ഇത്തരത്തിലുള്ള 3 രേഖകളാണ് ഒരു എംപ്ലോയിയിൽ നിന്നും നമ്മൾ വാങ്ങേണ്ടത്. അതിലൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ ഫോട്ടോ അതിന് ചില പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട്. PSCയുടെ ഫോട്ടോ പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ടും തെളിമയുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, അതുപോലെ തന്നെ മുഖം വ്യക്തമായി കാണുന്ന വിധത്തിലായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ഫോട്ടോകളാണ് വേണ്ടത്. ഇനി ഒപ്പാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു വെളുത്ത കടലാസിൽ കറുത്ത മഷി കൊണ്ട് ഒപ്പിട്ട് അത് സ്കാൻ ചെയ്ത് എടുക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ആ മെനുവിൽ കയറി കഴിഞ്ഞാൽ, ന്യൂ എംപ്ലോയി റെക്കോർഡിൽ കയറി കഴിഞ്ഞാൽ 4 തരത്തിലുള്ള വിവരങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത്. പേഴ്സണൽ ഡീറ്റെയിൽസ്, സർവീസ് ഡീറ്റെയിൽസ്, കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അതർ പേഴ്സണൽ ഡീറ്റെയിൽസ്. ഓക്കെ, ഇതാണ് ആ മെനു, രജിസ്റ്റർ ന്യൂ എംപ്ലോയി എന്നുള്ള മെനു. ഞാനിങ്ങനെ ഒരു പ്രസന്റേഷൻ ആക്കി എടുത്തത് ഒറിജിനൽ സ്പാർക്കിൽ ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു എംപ്ലോയി അവിടെ ആഡ് ചെയ്ത് കാണിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ സ്ക്രീൻഷോട്ട് ആക്കി എടുത്തത്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ആദ്യം ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യണം, ഓഫീസും സെലക്ട് ചെയ്യണം. ഇത് രണ്ടും ഓൾറെഡി അവിടെ ഉണ്ടാവും. അപ്പൊ അത് സെലക്ട് ചെയ്യുക. ശേഷം പേര് കൊടുക്കണം. നെയിമിനുള്ള ഒരു പ്രത്യേകത, ഒരു എംപ്ലോയിയുടെ നെയിം സ്പാർക്കിലും സർവീസ് ബുക്കിലും ആധാർ കാർഡിലും എല്ലാം ഒരുപോലെ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് ആധാർ കാർഡ് വെച്ച് അത് കറക്റ്റ് ആക്കിയിട്ട് അതിനനുസരിച്ച് വേണം സ്പാർക്കിലേക്ക് ചേർക്കാൻ. ഇല്ലെങ്കിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട്, നമ്മൾ ഈ എംപ്ലോയി പിന്നീട് ഒരു DDO ഒക്കെ ആകുമ്പോൾ, ഒരു DSC ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഈ സ്പാർക്കിലെ പേരും ആധാറിലെ പേരും രണ്ടാണെങ്കിൽ അവർക്ക് ആ DSC ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. ഇനി മറ്റൊന്ന്, ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ അവിടെയും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം ആ കാര്യം കൃത്യമായും ശ്രദ്ധിക്കണം. സർവീസ് നമ്മുടെ ആധാർ കാർഡിലുള്ള അതേപോലെ തന്നെ ആയിരിക്കണം പേര് നമ്മുടെ സ്പാർക്കിലും കൊടുക്കേണ്ടത്, അത് തന്നെയായിരിക്കണം സർവീസ് ബുക്കിലും വേണ്ടത്. ഇനി ആധാർ കാർഡിൽ പേര് തെറ്റാണെങ്കിൽ ആധാർ കാർഡിലെ പേര് തിരുത്തിച്ചിട്ട് അതിനനുസരിച്ച് വേണം സ്പാർക്കിൽ എൻട്രി ചെയ്യാൻ, സർവീസ് ബുക്കിൽ ചെയ്യാനും. നേരത്തെ ഇങ്ങനെ സ്പാർക്കിൽ എൻട്രി ചെയ്ത പേര് തിരുത്താൻ പറ്റില്ല എന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം സ്പാർക്കിലെ പേരും തിരുത്താം. ഇന്നലെ നമ്മുടെ കണ്ണൂരുള്ള ജയരാജൻ സാറ് ആണ് ആ കാര്യം അറിയിച്ചത്. സ്പാർക്കിലെ പേര് തിരുത്തണമെങ്കിൽ സർവീസ് ബുക്കിന്റെ ഫ്രണ്ട് പേജിന്റെ 3 കോപ്പി, ആ എംപ്ലോയിയുടെ ഒരു ലെറ്റർ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ DDക്ക് അയക്കാൻ, DDയിലൂടെ അത് AGയിലേക്ക് അയച്ചിട്ട് സ്പാർക്കിൽ തിരുത്താം എന്നാണ് പറയുന്നത്. എന്തായാലും അതൊക്കെ തിരുത്തലൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ പേര് എൻറ്റർ ചെയ്യുമ്പോൾ കൃത്യമായും നമ്മുടെ റെലവെന്റ് റെക്കോർഡുകൾ പരിശോധിച്ചിട്ട് എൻറ്റർ ചെയ്യുക. ഇനി അതില് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഡേറ്റ് ഓഫ് ബർത്ത്, ഈ കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യാം. ഇനി സർവീസ് കാറ്റഗറിയാണ്. സർവീസ് കാറ്റഗറിയിൽ കുറെ കാറ്റഗറി ഉണ്ടാവും. അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണമെന്ന് പറയുന്നത്, സർവീസ് കാറ്റഗറി കറക്റ്റ് അല്ലെങ്കിൽ പേ അതിനനുസരിച്ച് വരില്ല. അപ്പൊ നമുക്ക് ഉപയോഗിക്കേണ്ട സർവീസ് കാറ്റഗറി പ്രധാനമായും 4ആണ്. ഒന്ന്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരിക സ്റ്റേറ്റ് സബോർഡിനേറ്റ് എന്നുള്ള ഒരു കാറ്റഗറിയാണ്. മറ്റൊന്ന് സ്റ്റേറ്റ് ലാസ്റ്റ് ഗ്രേഡ് സർവീസ്. പിന്നെ 2 പാർട്ട് ടൈം സ്റ്റാഫ്, പാർട്ട് ടൈം വിത്തൗട്ട് CCA. മറ്റൊന്നും തൽക്കാലം നമ്മൾ ഹെഡ് മാസ്റ്റർമാരെന്നുള്ള നിലയിൽ ഉപയോഗിക്കേണ്ടി വരാറില്ല. ബാക്കിയുള്ളത് മറ്റ് ഡിപ്പാർട്ട്മെന്റിനൊക്കെ ഉപയോഗിക്കേണ്ട സർവീസ് കാറ്റഗറികളാണ്. നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുക ഈ 4 കാറ്റഗറികളാണ്: പാർട്ട് ടൈം സ്റ്റാഫ്, പാർട്ട് ടൈം വിത്തൗട്ട് CCA, സ്റ്റേറ്റ് സബോർഡിനേറ്റ്, സ്റ്റേറ്റ് ലാസ്റ്റ് ഗ്രേഡ് സർവീസ്.
അപ്പൊ ഇതില് ഏതാണോ കറക്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പം അവിടെ വരാവുന്ന പ്രശ്നം, തെറ്റായിട്ട് കാറ്റഗറി സെലക്ട് ചെയ്താൽ നമ്മൾ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായി വരില്ല. മാത്രമല്ല സ്കെയിൽ ഓഫ് പേ, ബേസിക് പേ ഇതൊന്നും കറക്റ്റ് ചിലപ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് സർവീസ് കാറ്റഗറി കൃത്യമായിട്ട് ചെയ്യാം. പിന്നെ എംപ്ലോയി ടൈപ്പ് റെഗുലർ, ബാക്കി എല്ലാ കാര്യങ്ങളും സാധാരണ പോലെ തന്നെ ബേസിക് പേ കൊടുക്കുക. പിന്നെ അതിൽ ബിൽ ടൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ബിൽ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു സ്ഥാപനത്തില് ഇപ്പൊ ഒരു ഹൈസ്കൂള് ആണെങ്കിൽ അവിടെ LP മുതലുണ്ടെങ്കിൽ മിക്കവാറും അവിടെ 4 ടൈപ്പിലുള്ള ബില്ലെങ്കിലും ഉണ്ടാവും. കാരണം LPയുടെ സാലറിക്ക് ഒരു ബില്ല് ഉണ്ടാവും, UPയുടെ സാലറിക്ക് ബില്ല് ഉണ്ടാവും, ഹൈസ്കൂളിന്റെ സാലറിക്ക് മറ്റൊരു ബില്ല് ഉണ്ടാവും, നമ്മുടെ HMന്റെ സാലറിക്ക്, DDO സാലറിക്ക് മറ്റൊരു ബില്ല് ഉണ്ടാവും. അങ്ങനെ മിക്കവാറും 4 എണ്ണം, അതിൽ ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും. അപ്പൊ ഈ ബില്ലൊക്കെ സെറ്റ് ചെയ്യുന്നത് നമ്മൾ സാലറി മാറ്റേഴ്സ് എടുക്കുമ്പോൾ പറയും. എന്തായാലും ആ സെറ്റ് ചെയ്തിരിക്കുന്ന ബിൽ ടൈപ്പിൽ ഒന്നിലേക്കാണ് ഈ എംപ്ലോയിയെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അതായത് ആ എംപ്ലോയി ഇപ്പം ഏത് കാറ്റഗറി, LP സ്കൂൾ അസിസ്റ്റന്റ് ആയിട്ടാണ് ചേരുന്നെങ്കിൽ നമുക്ക് LPയുടെ ബിൽ ടൈപ്പിൽ ചെയ്യാം, UP ആണെങ്കിൽ UP, ഹൈസ്കൂൾ ആണെങ്കിൽ ഹൈസ്കൂള്, അങ്ങനെ ഏത് ബിൽ ടൈപ്പിലാണോ ആ ടൈപ്പിലേക്ക് അദ്ദേഹത്തെ എൻ്റർ ചെയ്യേണ്ടതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം അതിന്റെ താഴെയുള്ള സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്. അപ്പം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ചെയ്യുമ്പം പറയേണ്ട ആവശ്യമില്ല, എന്നാലും കൃത്യമായും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ തന്നെ വെച്ചിട്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എൻ്റർ ചെയ്യുക. കാരണം ഫോട്ടോ കോപ്പി ഒക്കെ ആണെങ്കിൽ പലപ്പോഴും തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് DDOമാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു എംപ്ലോയിയെ പുതുതായി ജോയിൻ ചെയ്യിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ചെയ്യുമ്പോൾ കൃത്യമായും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ തന്നെ വെരിഫൈ ചെയ്തുകൊണ്ട് ആ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യുക. പിന്നീട് റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ്, ഏത് തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് ആണ് അതിന്റെ ഡീറ്റെയിൽസ്, ആ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ 4മതായിട്ട് ഫോട്ടോവും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഫോട്ടോവും സിഗ്നേച്ചറും ആ ഡയമെൻഷനിലുള്ള. അപ്പൊ അങ്ങനെ ഉള്ള ഫോട്ടോ ആയിരിക്കില്ല എംപ്ലോയീസ് കൊണ്ടുവരിക. അപ്പൊ നമ്മളത് എന്ത് ചെയ്യേണ്ടി വരും, കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് ചെറുതാക്കേണ്ടി വരും. കാരണം സ്റ്റുഡിയോ നോക്കി എടുത്തു വരുന്ന ഫോട്ടോ അതിന്റെ സൈസൊക്കെ, ഫയൽ സൈസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. ആ ഫയൽ സൈസ് നമുക്ക് 12 KB മാറ്റണം. അങ്ങനെ മാറ്റാൻ സ്പാർക്കിന്റെ ആ ഇന്റർഫേസിൽ തന്നെ സൗകര്യമുണ്ട്. അതായത് ആ കൊണ്ടുവരുന്ന ഒപ്പും ഡീറ്റെയിൽ ഫോട്ടോയും 1 MB കുറവാണെങ്കിൽ നമുക്ക് ആ വിൻഡോയിൽ തന്നെ, അതായത് സ്പാർക്കിന്റെ വിൻഡോയിൽ തന്നെ അത് ഉൾപ്പെടുത്തി അതിനെ റീസെർച്ച് ചെയ്യിക്കാം. അതിന് ആ വിൻഡോയിൽ തന്നെ ഒരു ഭാഗത്ത് സൗകര്യമുണ്ട്. അങ്ങോട്ട് ബ്രൗസ് ചെയ്ത് ആ ഫോട്ടോയും സിഗ്നേച്ചറും ഉൾപ്പെടുത്തുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്താൽ സ്പാർക്കിലേക്ക് ആവശ്യമുള്ള വിധത്തിൽ ആ ഫോട്ടോയും സിഗ്നേച്ചറും ചെറുതായി കിട്ടും, അതിന്റെ ആ സൈസിലായി കിട്ടും. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 MB കൂടുതലാണ് അതിന്റെ ഫയൽ സൈസ് എങ്കിൽ ആ ഫോട്ടോയും സിഗ്നേച്ചറും നമ്മൾ വിചാരിച്ച, അതായത് 12 KB കുറഞ്ഞ സൈസ് ആയിട്ട് മാറില്ല. അപ്പം 1 MB കുറവായിട്ടുള്ള ഫോട്ടോയും സിഗ്നേച്ചറാണ് ഉള്ളതെങ്കിൽ നമുക്ക് സ്പാർക്കിന്റെ ആ വിൻഡോയിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ട് അവിടുന്ന് റീസൈസ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് സേവ് ചെയ്യാം. അങ്ങനെ സേവ് ചെയ്താൽ പലപ്പോഴും പലരും പറയുന്നൊരു കാര്യം, അവിടെ ഒരു ചക്രം അങ്ങനെ കറങ്ങി കളിക്കുന്നതേ കാണുന്നുള്ളൂ, സേവ് ആകുന്നില്ല. അത് നമുക്കിപ്പോ കൃത്യമായിട്ട് അറിയാം അതെന്തുകൊണ്ടായിരിക്കും. നമ്മുടെ പൂർ കണക്ടിവിറ്റി കൊണ്ടാണ്, അതായത് നെറ്റ് കൃത്യമായിട്ടില്ലാത്തത് കൊണ്ടാണ്. കൃത്യമായി അല്ലെങ്കിൽ നല്ല നെറ്റ് ആണെങ്കിൽ ഒരു പരമാവധി ഒരു 50 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡ് കറങ്ങിയതിന് ശേഷം എംപ്ലോയി റെക്കോർഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു മെസ്സേജ് അവിടെ വരും. അപ്പൊ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നമ്മളെ സിഗ്നേച്ചറും ഫോട്ടോയും അപ്ലോഡ് ആയിട്ടില്ല എന്നാണ് അതിനർത്ഥം. ഓക്കെ, അങ്ങനെ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ എംപ്ലോയി റെക്കോർഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു മെസ്സേജ് അവിടെ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത്
ഒരിക്കൽ കൂടി ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് ആ റെക്കോർഡ് ഒന്നുകൂടി പരിശോധിക്കാം. അങ്ങനെ പരിശോധിക്കാൻ പറയുന്നത് ചിലപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തപ്പം ചില മിസ്റ്റേക്ക് ഒക്കെ വരും. നമ്മളെ മിസ്റ്റേക്ക് അല്ല, ചിലപ്പം കമ്പ്യൂട്ടറിൽ ഓട്ടോ കറക്റ്റ് ഓൺ ആയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചില വാക്കുകളൊക്കെ നമ്മൾ അടിച്ചാൽ അത് കമ്പ്യൂട്ടർ ഓട്ടോ കറക്റ്റ് ചെയ്തിട്ട് വേറെ ഏത് വാക്കൊക്കെ ആയിട്ട് ചെയ്യും. നമ്മളെ മൊബൈൽ ഫോണിലൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ചില മെസ്സേജ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ടാബ് അടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോ കറക്റ്റ് വെച്ചിട്ട് ആ വാക്ക് വേറെ ഒരു വാക്കൊക്കെ ആയിട്ട് മാറിപ്പോകും. സെൻഡ് ചെയ്തിട്ടാ പലപ്പോഴും നമ്മളത് കാണാം. അപ്പൊ അത് ഇവിടെയും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിലും നമ്മൾ എൻറ്റർ ചെയ്ത ഡീറ്റെയിൽസ്, ആ 4 കാറ്റഗറിയിലുള്ള ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം അതിന്റെ താഴെ ഫോർവേഡ് ഫോർ അപ്രൂവൽ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അതെന്ത് ചെയ്യും, അത് DDOക്ക് ഫോർവേഡ് ആവും. അപ്പൊ ഇന്നലെ സുരേഷ് സാറ് പറഞ്ഞു ഈ 2 മെനുവിന്റെ ആവശ്യം എന്താണെന്ന്. കാരണം ഇവിടെ നമ്മൾ ഗവൺമെന്റ് സ്കൂൾ HM DDOയും കൺട്രോളിംഗ് ഓഫീസർ നമ്മൾ തന്നെയായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫോർവേഡ് ചെയ്യുന്നത് നമ്മളാണ്, അപ്രൂവ് ചെയ്യുന്നത് നമ്മളാണ്. എന്നാൽ DDOയും കൺട്രോളിംഗ് ഓഫീസറും ഒരാളല്ലെങ്കിൽ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്യേണ്ടത് കൺട്രോളിംഗ് ഓഫീസറാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ അഡ്മിനിസ്ട്രേഷനിലെ അപ്രൂവ് ന്യൂ എംപ്ലോയി എന്നുള്ള ആ ഓപ്ഷൻ ഉപയോഗിച്ച് ഡാറ്റ കാണാം. അങ്ങനെ കണ്ടിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ട് അതിന്റെ താഴെ കാണുന്ന അപ്രൂവൽ റിജക്ഷൻ റിമാർക്സ് എന്നുള്ള കോളത്തിൽ അപ്രൂവ്ഡ് എന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ കാർഡ്, അതായത് DSC, ഒരു പെൻഡ്രൈവില്ലേ നമ്മുടെ കയ്യിലെ, ആ DSC നമ്മുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് അപ്രൂവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ എംപ്ലോയിയുടെ ഡാറ്റ അപ്രൂവ് ആവും. അതോടൊപ്പം തന്നെ അവിടെ ഒരു പെൻ നമ്പറും ജനറേറ്റ് ചെയ്യും. ഒരു മെസ്സേജ് ഇങ്ങനെയാണ് വരിക, എ പെൻ 213667 ഹാസ് ബീൻ അസൈൻ ടു ദിസ് എംപ്ലോയി. അങ്ങനെ ഒരു മെസ്സേജ് അവിടെ കാണിക്കും. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് കാണിച്ചാലേ ഒരു എംപ്ലോയി നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് അല്ലെങ്കിൽ സ്പാർക്കിലേക്ക് ആഡ് ചെയ്യപ്പെടുകയുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ഈ പെൻ നമ്പർ അതേപോലെ ആ എംപ്ലോയിയുടെ സർവീസ് ബുക്കിലെ ഫ്രണ്ട് പേജില് റൈറ്റ് ടോപ്പില് ചുവന്ന മഷി കൊണ്ട് എഴുതി വെക്കണം. ഒന്നുകൂടി ശ്രദ്ധിക്കണേ, ആ പെൻ നമ്പർ എംപ്ലോയിയുടെ സർവീസ് ബുക്കില് ഫ്രണ്ട് പേജില് റൈറ്റ് ടോപ്പില് ചുവന്ന മഷി കൊണ്ട് എഴുതി വെക്കണം. ഇപ്പൊ പുതിയ മലയാളത്തിലുള്ള സർവീസ് ബുക്കുകളിൽ അതിൽ ആ പെൻ നമ്പർ എഴുതാൻ ഒരു പ്രത്യേക കോളം തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ചുവന്ന മഷി കൊണ്ട് ഈ പെൻ എഴുതി വെക്കുക. അപ്പൊ ഇതാണ് ഒരു എംപ്ലോയിയെ ഉൾപ്പെടുത്തുന്നതിന്റെ ആദ്യ ഘട്ടം. അപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓടിച്ചു പോകാം. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫോം നമ്പർ 1 പൂരിപ്പിച്ച് വാങ്ങുക, ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് തയ്യാറാക്കുക. അതിനുശേഷം അഡ്മിനിസ്ട്രേഷനിൽ ന്യൂ എംപ്ലോയി റെക്കോർഡിൽ പോവുക. പേഴ്സണൽ ഡീറ്റെയിൽസ്, സർവീസ് ഡീറ്റെയിൽസ്, കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അതർ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങൾ കൊടുക്കുക. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പേരും മറ്റു കാര്യങ്ങൾ, സർവീസ് കാറ്റഗറി പോലുള്ള കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇനി എംപ്ലോയി ടൈപ്പ് റെഗുലർ കൊടുക്കണം. സേവ് ചെയ്യുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യുമ്പം കൃത്യമായും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ വെച്ച് ചെയ്യുക. റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ്, ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. അപ്പൊ അവിടെ ഒരു മെസ്സേജ് വരും, എംപ്ലോയി റെക്കോർഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. അതിനുശേഷം ഒന്നുകൂടി അത് വെരിഫൈ ചെയ്യുക. എന്നിട്ട് അതിന്റെ താഴെയുള്ള ഫോർവേഡ് ഫോർ അപ്രൂവൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എംപ്ലോയിയുടെ റെക്കോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി ഇത് അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അഡ്മിനിസ്ട്രേഷനിൽ അപ്രൂവ് ന്യൂ എംപ്ലോയി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ വെരിഫൈ ചെയ്ത ശേഷം അപ്രൂവൽ റിജക്ഷൻ റിമാർക്സ് എന്നുള്ള ആ വെളുത്ത കോളത്തിൽ അപ്രൂവ്ഡ് എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ കാർഡ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് അപ്രൂവ് ക്ലിക്ക് ചെയ്യുക. ഇത്രയായി കഴിഞ്ഞാൽ ആ എംപ്ലോയിക്ക് ഒരു പെൻ നമ്പർ ജനറേറ്റ് ചെയ്ത് വരും. എ പെൻ
ഇപ്പം ആ പെൻ നമ്പർ കൂടി അവിടെ വരും, ഹാസ് ബീൻ അസൈൻ ടു ദിസ് എംപ്ലോയി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പെൻ നമ്പർ നമ്മൾ സർവീസ് ബുക്കിലേക്ക് എഴുതുക. ഇത്രയാണ് ആദ്യഘട്ടം. ഇനി നമുക്ക് ഈ എംപ്ലോയിക്ക് ശമ്പളം കിട്ടുമ്പോൾ ആ ശമ്പളം ഒരു അക്കൗണ്ടിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ അതിന് ഒരു കൃത്യമായ ബാങ്ക് അക്കൗണ്ട് വേണം. അവിടെ നമ്മൾ ഒരു മുൻകരുതൽ നമ്മൾ എടുക്കണം. എംപ്ലോയിയോട് കൃത്യമായിട്ടും ആ ബാങ്ക് അക്കൗണ്ട് എഴുതി വാങ്ങാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ ആ എംപ്ലോയിയുടെ ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജിന്റെ ഒരു കോപ്പി വാങ്ങി വെച്ചാലും നന്ന്. കാരണം അത് കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കാനാണ്. അങ്ങനെ ആ കാര്യങ്ങൾ നമുക്കിനി ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഇതിൽ കൊടുക്കേണ്ടതുണ്ട്. ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നത് സാലറി മാറ്റേഴ്സിൽ ചേഞ്ച് ഇൻ ദ മന്തിൽ പ്രസന്റ് സാലറി ഡീറ്റെയിൽസിലാണ്. അല്ലെങ്കിൽ സ്പാർക്കിൽ തന്നെ നമുക്ക് അതിനൊരു മറ്റൊരു വഴിയുണ്ട്. സ്പാർക്കില് സാലറി മാറ്റേഴ്സില് ചേഞ്ച് ഇൻ മന്തില് പ്രസന്റ് സാലറി, ഓക്കെ. അവിടെ പോയിട്ട് ഓഫീസ് സെലക്ട് ചെയ്യുക, എംപ്ലോയിയെ സെലക്ട് ചെയ്യുക, അങ്ങനെ തുറന്നു വന്നിട്ട് ഗോ കൊടുക്കുക. അപ്പൊ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഇതൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ സെറ്റ് ചെയ്യാത്ത ഒരു എംപ്ലോയിയുടെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോ അവിടെ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഇവിടെ ലാസ്റ്റ് പേ ചേഞ്ചും നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റും ഒക്കെ അതിൽ ഓൾറെഡി വരും. കാരണം നമ്മൾ ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തപ്പം അയാൾ സർവീസിൽ കയറിയ തീയതിയൊക്കെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചാണ് ഇവിടെ നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ് ഒക്കെ വരിക. ഇൻ കേസിൽ നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ് തെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് അത് എഡിറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ്. അപ്പൊ നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് ആദ്യം വേണ്ടത് ക്രെഡിറ്റ് സാലറി ടു ബാങ്ക് യെസ് നോ എന്നുള്ളിടത്ത് വൈ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തത് ബാങ്ക് എന്നുള്ളിടത്ത് ആ എംപ്ലോയി തന്ന പാസ്ബുക്കിൽ ഏത് ബാങ്കിലാണോ അദ്ദേഹത്തിന് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്ക് സെലക്ട് ചെയ്യുക. മിക്കവാറും SBI, കാനറ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ബാങ്കുകളായിരിക്കും. അപ്പൊ ആ ബാങ്ക് കറക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ നേരെ ഇപ്പുറത്തുനിന്ന് ബ്രാഞ്ചും സെലക്ട് ചെയ്യുക. അതായത് സെലക്ട് ചെയ്യുന്നത് അദ്ദേഹം തന്ന അദ്ദേഹത്തിന്റെ ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത്, ഏത് ബാങ്കിലേക്കാണോ അദ്ദേഹത്തിന്റെ സാലറി പോകേണ്ടത് ആ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? ബാങ്ക് TSB, ബ്രാഞ്ച് TSB. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നാലെ പറയാം. അപ്പം പുതുതായിട്ട് ചേർന്ന ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് അവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഈ മൂന്ന് കാര്യങ്ങൾ, ക്രെഡിറ്റ് സാലറി ടു ബാങ്ക് യെസ് എന്നിടത്ത് വൈ കൊടുക്കുക, ബാങ്കിന് അവിടെ ഏത് ബാങ്കിലേക്കാണോ അദ്ദേഹത്തിന്റെ സാലറി പോകേണ്ടത് ആ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക, ബ്രാഞ്ച് എന്നുള്ളിടത്ത് ആ ബാങ്കിന്റെ ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. അതിന് താഴെ അക്കൗണ്ട് ടൈപ്പ് SB. ഇനി അക്കൗണ്ട് നമ്പർ, അദ്ദേഹത്തിന്റെ ആ ബാങ്കിലെ അക്കൗണ്ട് നമ്പർ വളരെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പൊ ഇതൊരു പ്രാവശ്യം ചെയ്താൽ മതി, അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെ എൻ്റർ ചെയ്തിട്ട് ഒന്നുകിൽ ആ എംപ്ലോയിയെ കൊണ്ട് തന്നെ ഒന്ന് നോക്കിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സബോർഡിനേറ്റിനെ കൊണ്ട് ഒന്നുകൂടി നോക്കി ഒന്ന് കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ വെരിഫൈ ചെയ്തിട്ട് കൺഫേം ചെയ്യാം. അങ്ങനെ കൺഫേം ചെയ്താൽ ആ എംപ്ലോയിയുടെ ആ ബാങ്ക് അക്കൗണ്ട് ഇവിടെ വരും. ശരി, ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മെസ്സേജും കൂടി അതിന്റെ കൂട്ടത്തിൽ വരും. അതായത് ഇങ്ങനൊരു മെസ്സേജ് ആണ് അവിടെ വരിക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേഷൻ സക്സസ്ഫുൾ,
ദിസ് ഈസ് എൻ ETSB എനേബിൾഡ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഈ TSB എന്ന് പറയുന്നത്? ട്രഷറി സേവിങ്സ് ബാങ്ക് എന്നാണ്. നമ്മളെ ശമ്പളം പാസ്സായി കഴിഞ്ഞാൽ അത് ആദ്യം പോകുന്നത് ട്രഷറിയിൽ നമ്മുടെ പേരിലുള്ള ഒരു സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. അതിൽ നിന്ന് നമ്മുടെ നിർദ്ദേശാനുസരണമാണ് നമ്മുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ക്യാഷ് പോകുന്നത്. അത് നമുക്ക് നിർദ്ദേശിക്കാം എത്ര, 100% പോണോ, 80% പോണോ, 70% പോണോ, അതോ TSBയിൽ തന്നെ നിലനിർത്തണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് ആണ് അവിടെ ആദ്യം വരിക. അതായത് നമ്മൾ ഇൻക്രിമെന്റ് ഡേറ്റ് ഒക്കെ കൊടുത്തു, ക്രെഡിറ്റ് സാലറി ടു ബാങ്ക് യെസ് കൊടുത്തു, ബാങ്കിന്റെ ബാങ്ക് സെലക്ട് ചെയ്തു, ബ്രാഞ്ച് സെലക്ട് ചെയ്തു, അക്കൗണ്ട് ടൈപ്പ് SB എന്നുള്ളത് സെലക്ട് ചെയ്തു, അക്കൗണ്ട് നമ്പർ വളരെ കൃത്യമായിട്ട് കൊടുത്തു, കൺഫേം ചെയ്തു. അങ്ങനെ കൺഫേം ചെയ്തപ്പം അവിടെ ഒരു മെസ്സേജ് വന്നു, അപ്ഡേഷൻ സക്സസ്ഫുൾ, നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്തത് സക്സസ്ഫുൾ ആണ്. ഇനി ഒരു മെസ്സേജ് കൂടി വരും, അതിന്റെ കൂടെ തന്നെയാണ് ഉണ്ടാവുക, ദിസ് ഈസ് എൻ ETSB എനേബിൾഡ് ഡിപ്പാർട്ട്മെന്റ്. ഇത് ETSB എനേബിൾ ചെയ്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് എന്ത് വേണം, നിങ്ങളൊരു ETSB അക്കൗണ്ട് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം വാങ്ങാൻ കഴിയില്ല. അതാണ് ആ മെസ്സേജ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഒരു TSB അക്കൗണ്ട് ആ എംപ്ലോയിക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് വളരെ സിമ്പിൾ ആണ്, ഒന്നും ചെയ്യാനില്ല. അതിന്റെ താഴെ ഇങ്ങനെ ഒരു മെസ്സേജ് കാണാം, ഗെറ്റ് ETSB ഫ്രം ട്രഷറി. അങ്ങനെ ഒരു ബട്ടൺ അതിന്റെ താഴെ കാണും. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ എംപ്ലോയിക്ക് ഒരു TSB അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ, ആദ്യത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മള് എംപ്ലോയിയുടെ ക്ലാർക്കിലൂടെ എംപ്ലോയിയുടെ പ്രസന്റ് സാലറി എടുത്തു. പ്രസന്റ് സാലറി എടുക്കാൻ നമ്മൾ പോയത് സാലറി മാറ്റേഴ്സിൽ ചേഞ്ച് ഇൻ ദി മന്തിൽ പ്രസന്റ് സാലറിയാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് എടുക്കാം സർവീസ് മാറ്റേഴ്സിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിലും പ്രസന്റ് സാലറി ഉണ്ട്, അങ്ങനെ എടുക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ഈ പ്രസന്റ് സാലറി എടുക്കുമ്പോൾ സാലറി മാറ്റേഴ്സിൽ ചേഞ്ചസ് ഇൻ ദ മന്തിൽ പ്രസന്റ് സാലറി എടുക്കുമ്പോൾ അവിടെ കാണിക്കുക ഡിപ്പാർട്ട്മെന്റ് കാണിക്കും. അതിനുശേഷം ഓഫീസ് സെലക്ട് ചെയ്യണം, ആ എംപ്ലോയിയുടെ പേര് സെലക്ട് ചെയ്യണം, ഗോ കൊടുക്കണം. അങ്ങനെ ഗോ കൊടുത്തു കഴിഞ്ഞാൽ ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് അവിടെ വരും. ആരൊക്കെയോ അതിനിടയ്ക്ക് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്, അതാണ് എക്കോ. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ആണ് നമ്മൾ കൊടുക്കണം. ഇൻക്രിമെന്റ് ഡേറ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. മിക്കവാറും അവിടെ കറക്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ് വന്നിരിക്കും. നമ്മൾ ജോയിനിങ് ഡേറ്റ് കൊടുത്ത് കറക്റ്റ് ആണെങ്കിൽ ഇൻക്രിമെന്റ് ഡേറ്റും കറക്റ്റ് ആയിട്ട് വന്നിരിക്കും. അതിനുശേഷം അദ്ദേഹത്തിന്റെ ബിൽ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രെഡിറ്റ് സാലറി ടു ബാങ്ക് യെസ് കൊടുക്കുക. ബാങ്ക് എന്നുള്ളിടത്ത് അദ്ദേഹത്തിന്റെ ബാങ്ക് ഏത് ബാങ്കിലാണോ അദ്ദേഹത്തിന്റെ സാലറി അക്കൗണ്ട് ആ അക്കൗണ്ട് കൊടുക്കുക. ബ്രാഞ്ച് എന്നുള്ളിടത്ത് ആ ബാങ്കിന്റെ ബ്രാഞ്ച് കൊടുക്കുക. അക്കൗണ്ട് ടൈപ്പിൽ SB കൊടുക്കുക. അക്കൗണ്ട് നമ്പറിൽ ആ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് അദ്ദേഹത്തിന്റെ ബാങ്ക് പാസ്ബുക്കിന്റെ ഒരു കോപ്പി വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. ഇനി രണ്ടാമതൊന്ന്, ഒരു രണ്ടുപേരെ കൊണ്ടെങ്കിലും, കാരണം സാലറിയുടെ കാര്യമാണ്, ഒരക്കം തെറ്റിപ്പോയാൽ സാലറി മറ്റാരുടെയും അക്കൗണ്ടിലേക്ക് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ സാലറി ക്രെഡിറ്റ് ആവില്ല. അതുകൊണ്ട് നമ്മളൊരു സബോർഡിനേറ്റിനെ കൊണ്ടോ പിന്നെ വേണമെങ്കിൽ ആ എംപ്ലോയിയെ കൊണ്ടും തന്നെ ഒന്ന് നോക്കിച്ചിട്ട് ഉറപ്പാണെന്ന് അത് കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, താഴത്തെ ബട്ടൺ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ ഈ പറഞ്ഞതുപോലെ അപ്ഡേഷൻ സക്സസ്ഫുൾ, ദിസ് ഈസ് എൻ TSB എനേബിൾഡ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരു മെസ്സേജ് വരും. അപ്പം ആ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹത്തിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റഡ് ചെയ്യപ്പെട്ടു. ഇനി അദ്ദേഹത്തിന് ഒരു TSB അക്കൗണ്ട് ഉണ്ടാക്കണം. ആ TSB അക്കൗണ്ട് ഉണ്ടാക്കാൻ അതിന്റെ നേരെ താഴെയുള്ള ഗെറ്റ് ഈ TSB ഫ്രം ട്രഷറി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അദ്ദേഹത്തിന് ഒരു TSB അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അവിടെ താഴെ ഒരു മെസ്സേജും കൂടി വരും, ഈ TSB അക്കൗണ്ട് നമ്പർ ജനറേറ്റഡ് സക്സസ്ഫുള്ളി ആൻഡ് അപ്ഡേറ്റഡ് ഇൻ സ്പാർക്ക്. അങ്ങനെ മെസ്സേജ് വരിക മാത്രമല്ല, അവിടെ വേറൊരു കാര്യം കൂടി വരും. ഇവിടെ ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ മാറിയതായിട്ട് കാണും. എന്ത് മാറ്റാ വരിക? ഇപ്പൊ എന്റെ ഇതിൽ കാണുന്നില്ലേ, ഇതേ മാറ്റാണ് അവിടെയും വരിക. ബാങ്ക് എന്നുള്ളിടത്ത് TSB ആയിട്ടുണ്ടാവും, ബ്രാഞ്ച് എന്നുള്ളിടത്ത് ഇതുപോലെ TSB എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അക്കൗണ്ട് നമ്പർ അദ്ദേഹത്തിന്റെ TSB അക്കൗണ്ട് നമ്പർ ആയിട്ട് മാറിയിട്ടുണ്ടാവാം. ഇത്രയും മാറ്റങ്ങൾ അവിടെ വരും. അതായത് നമ്മൾ നേരത്തെ കൊടുത്തത് അദ്ദേഹത്തിന്റെ സാലറി ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിന്റെ അല്ലെങ്കിൽ ആ ബാങ്കിന്റെ SBI കെനറോ ഏതാണോ അതിന്റെ പേരും അതിന്റെ ബ്രാഞ്ചും അവിടുത്തെ അക്കൗണ്ട് നമ്പറാണ്. പക്ഷേ ഈ ഗെറ്റ് TSB എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ആ മെസ്സേജ് വരുന്നതോടുകൂടി ഇവിടെ ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കും. അതായത് അദ്ദേഹത്തിന്റെ ബാങ്കിന്റെ പേര് മാറി TSB എന്നാവും, ബ്രാഞ്ച് TSB എന്നാവും, അക്കൗണ്ട് നമ്പർ ആ TSB അക്കൗണ്ട് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്താല് അദ്ദേഹത്തിന് സാലറി TSB അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. നമ്മൾ ബില്ല് പ്രോസസ് ചെയ്ത് ഈ സബ്മിറ്റ് ഒക്കെ ചെയ്താൽ അദ്ദേഹത്തിന്റെ സാലറി കറക്റ്റ് ആയിട്ട് TSB അക്കൗണ്ടിലേക്ക് വരും. പക്ഷെ നമ്മൾ സാധാരണ TSB അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടാണ് സാലറി വിഡ്രോ ചെയ്യാറ്. അപ്പം അതിനും ഒരു ഫോം ഉണ്ട്. അതിന്റെ ഫോം എന്ന് പറയുന്നത് എന്റെ ശമ്പളത്തിൽ നിന്നും ഇത്ര ശതമാനം TSBയിൽ നിലനിർത്താം, ഇത്ര ശതമാനം എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഫോർമാറ്റ്, ഒരു പ്രസ്താവന നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ ആ എംപ്ലോയിയോട് ആ ഒരു പ്രസ്താവന വാങ്ങി വെക്കുക. ആ ഒരു പ്രസ്താവന ആ എംപ്ലോയിയോട് വാങ്ങി വെക്കുക. അതിനുശേഷം ഈ മാറ്റം വരുത്തേണ്ടത് വേറൊരു സോഫ്റ്റ്വെയറിലാണ്. അതായത് ബിംസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലാണ് ഈ ഒരു മാറ്റം വരുത്തേണ്ടത്. അപ്പൊ ബിംസിന്റെ അഡ്രസ് ഇപ്പം ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അത് സുരേഷ് സാറ് ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന അഡ്രസ് treasury.bims അഡ്രസ് നമുക്ക് ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. നേരത്തെ ഉണ്ടായിരുന്ന അഡ്രസ്സിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം എന്ന് പറഞ്ഞാൽ ബിംസ് അപ്പുറത്തുനിന്ന് മാറിയിട്ട് ഇപ്പുറത്തേക്ക് ആയിട്ടുണ്ട്. അപ്പൊ ബിംസിലാണ് നമ്മൾ ഈ ഒരു സംവിധാനം, അതായത് ഒരു എംപ്ലോയിയുടെ സാലറി TSBയിൽ വന്നാൽ അത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പോകേണ്ട വിവരം ആഡ് ചെയ്യേണ്ടത്. അതിന് ബിംസിൽ ലോഗിൻ ചെയ്യണം. ബിംസിനെ കുറിച്ച് വിശദമായിട്ടൊരു ക്ലാസ് നമ്മൾ പിന്നെ എടുക്കും, അതുകൊണ്ട് അതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ. ബിംസിൽ രണ്ട് തരത്തിലുള്ള ലോഗിൻ ഉണ്ട്. ഒന്ന് DDO ലോഗിനും DDO അഡ്മിൻ ലോഗിനും. ആ ബിംസിന്റെ യൂസർ നെയിം നമ്മുടെ DDO കോഡ് തന്നെയായിരിക്കും. ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ DDO കോഡ് തന്നെയായിരിക്കും അവരുടെ ബിംസിന്റെ യൂസർ നെയിം. അപ്പം ആ യൂസർ നെയിം നമ്മൾ DDO കോഡ് സാധാരണ എന്റെ അവസാനത്തെ 3 അക്കങ്ങളാണ്. ഇപ്പൊ സ്പാർക്കിലൊക്കെ നമ്മൾ DDO കോഡ് സെലക്ട് ചെയ്തപ്പം എന്റെ ഇത് സെലക്ട് ചെയ്തപ്പോൾ 567 എന്ന് മാത്രമാണ് കണ്ടത്. പക്ഷേ DDO കോഡ് എന്ന് പറയുന്നത് അത് മാത്രമല്ല, അതിന്റെ ഇപ്പുറത്ത് ഇപ്പൊ എന്റേതാണ് 05, 09, 16B, 567 അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാവും. നമ്മൾ യൂസർ നെയിം ആയിട്ട് കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടുമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ 567 എന്ന് മാത്രം കൊടുത്താൽ പോരാ. അപ്പം 07, 04, 16B, 645 അതാണ് നമ്മുടെ DDO കോഡെങ്കിൽ അത് തീർത്തും നമ്മൾ കൊടുക്കണം. അതിനുശേഷം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ അതിന്റെ താഴെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. നമ്മൾ DDO ആയിട്ടാണോ ലോഗിൻ ചെയ്യുന്നത്, DDO അഡ്മിൻ ആയിട്ടാണോ ലോഗിൻ ചെയ്യുന്നത്, ആ റോളും കൂടി സെലക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് വേണ്ടത് DDO അഡ്മിൻ ആയിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഒരു എംപ്ലോയിയുടെ അക്കൗണ്ട് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിംസിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ DDO അഡ്മിൻ ആയിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്.
DDO അഡ്മിൻ ആയിട്ട് ലോഗിൻ ചെയ്ത് അദ്ദേഹത്തിന്റെ ഈ TSB, അപ്പം അഡ്മിൻ ആയിട്ട് ലോഗിൻ ചെയ്താൽ നമുക്കറിയാം, ലോഗിൻ ചെയ്തിട്ടുള്ളവർക്കറിയാം, ഇടതുഭാഗത്ത് കുറെ മെനു കാണാം. അതിൽ ഈ TSB എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ അതിന്റെ താഴെ അപ്ഡേറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നൊരു മെനു ആണ് കാണാം. അപ്ഡേറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണെന്നൊന്നും കൃത്യമായിട്ട് അത് നോക്കിയാലേ അറിയൂ, ബിംസിൽ ലോഗിൻ ചെയ്താലേ അറിയൂ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മുടെ പെൻ നമ്പറും TSB അക്കൗണ്ടും കൊടുക്കുക. അതിനുശേഷം അവിടെ റീസെറ്റ് ഉണ്ട്, റീസെറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിന്റെ താഴോട്ട് കുറെ കോളങ്ങൾ കൂടി വരും. അതിൽ അവിടെ മറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ടിന്റെ പെർസെന്റേജ് ആണ് അവിടെ ചോദിക്കുക. ആ പെർസെന്റേജ് നമ്മൾ എംപ്ലോയി എത്രയാണോ പറഞ്ഞത്, ഇപ്പൊ മിക്കവാറും എല്ലാവരും 100% തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് TSB അക്കൗണ്ടിൽ വരുന്ന തുക മുഴുവനായിട്ടും നമ്മുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന വിധമാണ് മിക്കവാറും എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരുപാട് ആളുകൾ അല്ലാതെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 50% TSBയിൽ നിലനിർത്തുന്നവരുണ്ട്, 70% TSBയിൽ നിലനിർത്തുന്നവരുണ്ട്, ചിലപ്പോൾ 100% TSBയിൽ നിലനിർത്തുന്നവരുണ്ട്. കാരണം TSBയിൽ മറ്റ് നമ്മളെ ബാങ്കിലെ SBയിൽ കിട്ടുന്നതിനേക്കാളും പലിശ കിട്ടുന്ന ഏതാണ്ട് ഇപ്പൊ 7% തോന്നുന്നു TSBയിലെ പലിശ നിരക്ക്. അപ്പം അതുകൊണ്ട് അങ്ങനെ നിലനിർത്തുന്നവരുണ്ട്. അത് നമുക്ക് തീരുമാനിക്കും നമ്മുടെ സാലറിയിൽ നിന്ന് എത്ര ശതമാനം TSBയിൽ നിലനിർത്തണമെന്ന്. അപ്പൊ അത് കഴിച്ചിട്ടുള്ള ശതമാനമാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ കൊടുത്ത പ്രസ്താവന അനുസരിച്ച് എന്റെ ശതമാനത്തിൽ എന്റെ സാലറിയിൽ നിന്നും 25% എനിക്ക് എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടെങ്കിൽ അവിടെ 25% കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ ഘട്ടം. അപ്പൊ ഇത്രയാണ് ഒരു എംപ്ലോയിയുടെ സ്പാർക്കിൽ നമ്മൾ ഒരു എംപ്ലോയിയെ ആഡ് ചെയ്ത് അദ്ദേഹത്തിന് TSB അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ബിംസിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് സെറ്റ് ചെയ്യുന്നതിനുള്ള വിവിധ ഘട്ടങ്ങൾ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സർവീസ് മാറ്റേഴ്സിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സർവീസ് മാറ്റേഴ്സിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പം പറഞ്ഞത്. ആ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ വന്നു, അത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പം അവതരിപ്പിച്ചത്. ഓക്കെ, ഇനി നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസിൽ വേറൊരു ഇപ്പൊ എന്റെ ലോഗിൻ ചെയ്ത ഓട്ടോമാറ്റിക്കലായിട്ട് ആരെയാണോ DDO സെറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങളാണ് അവിടെ വരിക. ഇനി വേറൊരു എംപ്ലോയിയെ നമുക്ക് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ നെക്സ്റ്റ് എംപ്ലോയി ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 2 തരത്തിൽ, ഒന്ന് പെൻ നമ്പർ എൻ്റർ ചെയ്തിട്ടും അല്ലെങ്കിൽ പേരിന്റെ ഒരു 3 അക്ഷരം, മിനിമം 3 അക്ഷരമെങ്കിലും എൻ്റർ ചെയ്തിട്ടും നമുക്ക് ആ എംപ്ലോയിയെ സെലക്ട് ചെയ്യാം. പക്ഷേ ഇപ്പൊ കുറെ കാലമായിട്ട് പേര് എൻ്റർ ചെയ്താൽ, ഇപ്പൊ ഞാനൊരു പേര് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എംപ്ലോയി ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ള ഒരു മെസ്സേജ് ആണ് വരിക. പകരം എന്ത് ചെയ്യണം? മറ്റൊരു എംപ്ലോയിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഇവിടെ പെൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പെൻ നമ്പർ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് അവിടെ വരും. ഓക്കെ, അപ്പം നമ്മൾ ഒരു എംപ്ലോയി ആഡ് ചെയ്തു, എംപ്ലോയിക്ക് TSB അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ബിംസിൽ ആ അക്കൗണ്ട് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്. DDO ചേഞ്ച് ആയിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ സുരേഷ് സാറ് പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ച മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോ ട്രാൻസ്ഫർ ഒക്കെ കിട്ടി പോയാൽ, പുതിയൊരു ലാവണത്തിലെത്തിയാൽ നമ്മുടെ പെൻ നമ്പറിലേക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്പാർക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മുടെ പെൻ നമ്പറിലേക്ക് അതിന്റെ യൂസർ ID സെറ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ പറയാ DDO ചേഞ്ച് എന്നാണ്. DDO ചേഞ്ചിന്റെ കൺട്രോളിംഗ് ഓഫീസർ ഓതന്റിക്. അതായത് നമ്മൾ DDO ആണ്, കൺട്രോളിംഗ് ഓഫീസർ ആണ്. അപ്പൊ ഈ 2 പ്രിവിലേജും നമ്മുടെ പെൻ നമ്പറിലേക്ക് സെറ്റ് ചെയ്യണം. അതിന് നേരത്തെ നിലവിലുണ്ടായിരുന്ന രീതി 2 ഫോം ആയിരുന്നു, ഫോം 3ഉം ഫോം 5ഉം. അത് പൂരിപ്പിച്ച് ഒപ്പും സീലും വെച്ച് info@spark.gov.in എന്ന മെയിൽ IDയിലേക്ക് അയക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് ജില്ലാ ട്രഷറി പോയിട്ട് സെറ്റ് ചെയ്യുകയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പൊ അതിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. 81/2020 ഫിൻ FIN തീയതി 21/12/2020 പ്രകാരം
ഈ ജനുവരി 1 മുതൽ 2021 ജനുവരി 1 മുതൽ ഫോം 3ഉം ഫോം 5ഉം അയക്കേണ്ട. പകരം നമ്മള് നമ്മുടെ DSC ബിംസിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ്, ആ ഒരു പ്രിന്റ് ഔട്ട് ട്രഷറി കൊടുത്താൽ മതി. അപ്പൊ എനിക്കത് പരിശോധിക്കാൻ അല്ലെങ്കിൽ പരീക്ഷിക്കാൻ സമയം കിട്ടില്ല. കാരണം അപ്പം ഞാൻ അതിന് മുമ്പേ HM-ആയിട്ട് സർവീസ് കയറിയ ഒരാളായതുകൊണ്ട് അന്ന് ട്രഷറിയിൽ കൊടുക്കുക അല്ലെങ്കിൽ സ്പാർക്കിലേക്ക് അയക്കുകയോ ചെയ്തതായിരുന്നു. അപ്പൊ അതിനുശേഷം ജോയിൻ ചെയ്തവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ മിക്കവാറും ആരും ഇല്ല എന്നാ തോന്നുന്നു. ജനുവരിക്ക് ശേഷം ജോയിൻ ചെയ്തവർ DDO ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പരീക്ഷിക്കാൻ അധികം വൈകാതെ തന്നെ അവസരം കിട്ടും. അപ്പൊ നമുക്ക് പരിശോധിക്കാം. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ടോക്കൺ ബിംസിൽ രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ ആ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ട്രഷറി കൊടുക്കുകയാണ് വേണ്ടത്. ബിംസിൽ രജിസ്റ്റർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ബിംസിന്റെ സൈറ്റ് എടുത്തിട്ട് ലോഗിൻ ചെയ്യൊന്നും വേണ്ട. അതിന് പകരം DSC രജിസ്ട്രേഷൻ റിന്യൂവൽ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. DDO കോഡ്, പെൻ നമ്പർ, DDO കോഡ് കൊടുക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് DDO കോഡ്, അതായത് ഇപ്പം 567 മാത്രം കൊടുത്താൽ പോരാ, 1608 16B 568 പൂർണ്ണമായിട്ടും കൊടുക്കണം. അതിനുശേഷം താഴെ പെൻ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം അവിടെ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ആണ്, ഓൾറെഡി രജിസ്റ്റേർഡ് എന്നുള്ളത് കാണിക്കും. ഇനി പുതിയ സ്ഥാപനത്തിലാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ സ്പാർക്ക് നമ്മൾ ഇതിലേക്ക് ലിങ്ക് ചെയ്തു എന്നുള്ളൊരു മെസ്സേജ് അവിടെ വരും. അതിന്റെ താഴെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഫോർമാറ്റിന്റെ പ്രിന്റ് ഔട്ടും കിട്ടും. ആ പ്രിന്റ് ഔട്ട് നമ്മൾ ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്യാം. ട്രഷറി സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒപ്പും സീലും ഒന്നും വേണ്ട. അതിന്റെ താഴെ ഡിജിറ്റലി വെരിഫൈഡ് എന്നുള്ള ഒരു പച്ച ടിക്ക് മാർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സാധനമാണ് നമ്മൾ ട്രഷറിയിൽ കൊടുക്കേണ്ടത്. അത് നമ്മൾ ശമ്പളം വാങ്ങുന്ന ട്രഷറി കൊടുത്താൽ മതി. അവരത് വെരിഫൈ ചെയ്യുന്നതോടുകൂടി ആ സ്ഥാപനത്തിന്റെ, നമ്മൾ പുതുതായിട്ട് എത്തിയ സ്ഥാപനത്തിന്റെ സ്പാർക്ക് നമ്മുടെ DDO കോഡിലേക്ക് മാറും. അതായത് നമ്മുടെ പെൻ നമ്പറിലേക്ക് മാറും. നമ്മൾ DDO ആയിട്ടും അതുപോലെ തന്നെ അതിന്റെ കൺട്രോളിംഗ് ഓഫീസറുമായിട്ട് മാറും. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതൊന്നും കൂടി പറയോ? ഓ ഹലോ, അതൊന്നും കൂടി പറയോ? ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് ഞാനിപ്പോ പറഞ്ഞു വന്നത് നമ്മൾ ഹെഡ് മാസ്റ്റർമാര് പുതിയ ഒരു സ്ഥാപനത്തിലേക്ക് മാറിയാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ നിലവിലുള്ള സ്ഥാപനത്തിൽ നിന്ന് നമ്മളെ പുതിയ സ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ അവിടെ ഒരു കുടുക്കുണ്ട്. എന്താ കുടുക്കെന്നറിയോ? നമ്മളിപ്പം നിലവിലുള്ള നമ്മുടെ സ്ഥാപനത്തില് DDO ആണ്. ഒരു DDOയെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിന്റെ മുമ്പ് എന്ത് വേണം? അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മള് നമ്മുടെ സ്ഥാപനത്തിൽ പുതുതായി വന്ന ഒരു പ്രധാനാധ്യാപകനെ അല്ലെങ്കിൽ ആർക്കാണോ അവരെ DDO സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ, അതായത് നമ്മളെ DDO ചുമതലയിൽ നിന്ന് ഒഴിവായതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂ? പുതിയ സ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. അപ്പൊ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ നമ്മളൊരു സ്ഥാപനത്തിൽ എത്തിയാൽ മാത്രമേ നമുക്ക് അവിടെ DDO ആയിട്ട് മാറാൻ കഴിയൂ.
അപ്പൊ അതിനോട് പറയാൻ വിട്ടുപോയതാണ്. ആദ്യം നമ്മുടെ സ്ഥാപനത്തില് പുതിയ HM ജോയിൻ ചെയ്താൽ ആ HMന് അവിടെ DDO ആയിട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെ DDO സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ആ സ്ഥാപനത്തിൽ നിന്ന് സ്പാർക്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് പുതിയ സ്ഥാപനത്തിൽ നമ്മളെ സ്പാർക്കിൽ അഡ്മിറ്റ് ചെയ്യണം. ഇതാണ് അതിന്റെ ആദ്യ സ്റ്റെപ്പ്. അങ്ങനെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടുത്തെ സ്പാർക്കിൽ വന്നതിന് ശേഷമാണ് നമുക്ക് DDO ആയിട്ട് സെറ്റ് ചെയ്യാൻ കഴിയുക. അങ്ങനെ അതിനുവേണ്ടി നേരത്തെ ചെയ്തിരുന്നത് ഫോം 3ഉം ഫോം 5ഉം പൂരിപ്പിച്ച് ഒപ്പും സീലും വെച്ച് ഒന്നുകിൽ ഇൻഫോ സ്പാർക്കിലേക്ക് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ജില്ലാ ട്രഷറിയിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുകയായിരുന്നു. ഇപ്പം ആ കാര്യം അങ്ങനെ ചെയ്യേണ്ടതില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വിംസില് നമ്മുടെ DSC രജിസ്റ്റർ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പ്രിന്റ് ഔട്ട് ട്രഷറിയിൽ കൊടുത്താൽ മതി. അപ്പം വിംസില് രജിസ്റ്റർ ചെയ്യുന്ന വിധമാണ് ഞാൻ കാണിച്ചത്. വിംസിന്റെ സൈറ്റ് എടുക്കുക, അതിൽ ലോഗിൻ ചെയ്യേണ്ടതില്ല. അതിൽ ആഡ് റിന്യൂവൽ ന്യൂ DSC എന്നുള്ള ഓപ്ഷൻ ഇടതുഭാഗത്ത് 3 ഓപ്ഷൻ കാണാം. അതിൽ നടുവിലായിട്ട് ആഡ് റിന്യൂവൽ ന്യൂ DSC ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ 2 കാര്യങ്ങൾ ചോദിക്കും. ഒന്ന്, നമ്മുടെ DDO കോഡ്, അതായത് പുതിയ സ്ഥാപനത്തിൽ നമ്മളിപ്പോ വന്നിരിക്കുന്ന സ്ഥാപനത്തിന്റെ DDO കോഡ്. ആ DDO കോഡ് കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും കൊടുക്കണം. അതായത് 16, 15, 16B 568 ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ആദ്യത്തെ ഒരു 4 അക്കം ഉണ്ടാവും. പിന്നെ അതിന്റെ ഒരു അടുത്ത കോഡ് 16B എന്നുള്ളൊരു കോഡ് ഉണ്ടാവും. അതിനുശേഷം ഒരു 3 അക്കം. അങ്ങനെ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക DDO കോഡ്. അതിന്റെ നേരെ താഴെ നമ്മളെ പെൻ നമ്പറും ടൈപ്പ് ചെയ്യുക. അതിന് താഴെ OK കൊടുക്കുന്നതോടുകൂടി കറക്റ്റ് ആണെങ്കിൽ അതിന്റെ താഴെ നമുക്ക് അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ക്ലിക്ക് ചെയ്ത് ആ പ്രിന്റ് ഔട്ട് എടുക്കുക, അത് ട്രഷറിയിൽ കൊടുക്കുക. കറക്റ്റ് അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു വ്യത്യാസം വരിക. നമ്മുടെ DSC എടുത്തപ്പോൾ ആധാറിലെ പേര് കൊടുത്തിട്ടാണ് നമ്മൾ DSC എടുത്തിട്ടുണ്ടാവുക. ആധാറിലെ പേരും നമ്മുടെ സ്പാർക്കിലെ പേരും തമ്മിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ അവിടെ DSC നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അവിടെ നെയിം മിസ്മാച്ച് എന്ന് കാണിക്കും. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാറ്റങ്ങളൊക്കെ വരുന്നത്. ഒന്നുകിൽ സ്പാർക്കിൽ മാറ്റണം, അല്ലെങ്കിൽ ആധാറിൽ മാറ്റണം. എവിടെയാണോ മാറ്റേണ്ടത് ആ മാറ്റം വരുത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ബിംസിൽ നമ്മൾ ആഡ് റിന്യൂവൽ ന്യൂ DSC കൊടുത്തു, അതിന് OK കൊടുത്തു, പ്രിന്റ് ഔട്ട് എടുത്തു, ട്രഷറി കൊടുത്തു. അങ്ങനെ ട്രഷറി കൊടുത്താൽ ആ ട്രഷറി ഓഫീസർ അത് നോക്കിയിട്ട് അപ്രൂവ് ചെയ്താൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മുടെ DDO എന്താ അവര് ഒരു മെസ്സേജ് അയക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പെൻ നമ്പർ ഉപയോഗിച്ച് സ്പാർക്കിൽ ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ വേറൊരു പ്രയാസം വരെ ഇങ്ങനെ കൊടുത്തിട്ട് ചിലപ്പോ എന്ത് ചെയ്യും, അവർ അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചാൽ അങ്ങനെ കിട്ടില്ല. അത് അപ്രൂവ് ചെയ്തിട്ട് ആ പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി അടുത്തത് പ്രൊബേഷൻ എന്നുള്ള, നമ്മള് പേഴ്സണൽ മെമ്മോറാണ്ടയിലെ പേഴ്സണൽ എന്നുള്ള ടാബ് കഴിഞ്ഞു. അടുത്തത് പ്രൊബേഷൻ എന്നുള്ള. പ്രൊബേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പം അധ്യാപകരാണെങ്കിൽ അധ്യാപകര് 2 വർഷമാണ് പ്രൊബേഷൻ പീരീഡ് തുടക്കത്തിലുള്ള ഒരു എംപ്ലോയിക്ക്. അപ്പം അതിൽ ആദ്യം ഇൻക്രിമെന്റ് ജോയിൻ ചെയ്തിട്ട് 1 വർഷം പൂർത്തിയാകുന്ന മാസത്തിലെ ആദ്യ ദിവസം 1ാമത്തെ ഇൻക്രിമെന്റ് കിട്ടും. 2ാമത്തെ ഇൻക്രിമെന്റ് കിട്ടണമെങ്കിൽ എംപ്ലോയിയെ സംബന്ധിച്ച് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം. അങ്ങനെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടത് എന്തെല്ലാം എന്നൊക്കെ നമുക്കറിയാം അല്ലെ. ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും എല്ലാം വെച്ച് നമ്മൾ നമ്മുടെ കൺട്രോളിംഗ് നമ്മുടെ ഓഫീസറായ DDക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് വന്നാൽ അത് നമ്മൾ സർവീസ് ബുക്കിലും അതേപോലെ തന്നെ സ്പാർക്കിലും എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ പലപ്പോഴും നമ്മൾ വരുത്തുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു തെറ്റ്, സ്പാർക്കിൽ നമ്മൾ എൻ്റർ ചെയ്യും. കാരണം സ്പാർക്ക് കൂടി നമുക്ക് ശമ്പളം എടുക്കാൻ കഴിയും. പക്ഷെ സർവീസ് ബുക്കിൽ പലപ്പോഴും എൻ്റർ ചെയ്യില്ല. അതൊരിക്കലും പാടില്ല. സർവീസ് ബുക്കിൽ എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്പാർക്കിൽ ഈ മാറ്റങ്ങൾ വരുത്താൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ സർവീസ് ബുക്കിൽ നമ്മൾ റണ്ണിങ് എൻട്രി ആയിട്ട് ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത വിവരങ്ങളൊക്കെ എഴുതി അതിന്റെ താഴെ ഒപ്പും സീലും ഒക്കെ വെച്ചു. അതിനുശേഷം നമ്മൾ സ്പാർക്കിൽ ഇത് ഉൾപ്പെടുത്തണം. അതിന് നമ്മൾ ചെയ്യുന്നത്
ഈ ഒരു എംപ്ലോയി ഡീറ്റെയിൽസിൽ പ്രൊബേഷൻ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, അത് ഞാനൊരു എംപ്ലോയിയെ സെലക്ട് ചെയ്യാത്തത് കൊണ്ടാണ് അത് അങ്ങനെ വന്നത്. അപ്പൊ മെയിൻ മെനുവിൽ പോയിട്ട് പ്രൊബേഷൻ. ഓക്കെ, അപ്പം പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം. അപ്പം പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ഉത്തരവ് DDയിൽ നിന്ന് കിട്ടി. അപ്പൊ ആ സാധനം നമുക്ക് സ്പാർക്കിലേക്ക് ചേർക്കാം. അപ്പൊ നമ്മൾ പ്രൊബേഷൻ എന്നുള്ള ഓപ്ഷൻ എടുത്തു. അവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യണം. ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ജനറൽ. അതിനുശേഷം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക, ഓഫീസ് സെലക്ട് ചെയ്യുക. ഓഫീസ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ വരാവുന്ന ഒരു കാര്യം, അപ്പൊ നമ്മളെ ജില്ലയിലുള്ള മൊത്തം ഓഫീസുകളും അവിടെ വരും. അപ്പൊ അവിടെ അതിന്റെ താഴെ സെർച്ച് എന്നുള്ളിടത്ത് ഞാനിപ്പം പ്രൊമറ്റൻ GBHSലെ അധ്യാപകനാണ്. അപ്പം ആദ്യത്തെ ഒരു 4-5 ലെറ്റർ അടിച്ചിട്ടൊന്ന് സെർച്ച് കൊടുത്താൽ ആ ലെറ്ററുകളിൽ തുടങ്ങുന്ന സ്ഥാപനങ്ങൾ മാത്രം വരും. അപ്പൊ എനിക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, കുറച്ചുകൂടി എളുപ്പത്തിൽ ഇവിടെ സെലക്ട് ചെയ്യാം. അതിനാണ് ഈ സെർച്ച് ഓപ്ഷൻ. ഇവിടെ കണ്ടില്ലേ, ലിമിറ്റ് ഓഫീസസ് വിത്ത് കീവേഡ്. അപ്പം പുറമെ അത് തീർത്തടിച്ചു കൊടുത്താലും, പക്ഷെ അങ്ങനെ തീർത്തടിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇതിലുള്ള സ്പെല്ലിങ്ങും നമ്മൾ അടിക്കുന്ന സ്പെല്ലിങ്ങും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്പെല്ലിങ്ങും തമ്മിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് വരില്ല. അതുകൊണ്ട് ആദ്യത്തെ ഒരു 3-4 അക്കം അക്ഷരം അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അടിച്ചിട്ട് സെർച്ച് കൊടുത്താൽ ആ അക്ഷരങ്ങൾ തുറന്ന ഓഫീസുകൾ മാത്രം വരും. അതിൽ നമുക്ക് നമ്മുടെ ഓഫീസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡെസിഗ്നേഷൻ, അവിടെ നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. സ്പാർക്കിൽ ഇപ്പം ഒരുപാട് ഡെസിഗ്നേഷൻ വേണ്ടാതെ കിടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ HSA മലയാളം, HSA മലയാളത്തിൽ നമുക്ക് ഇപ്പൊ അവിടെ ശരിക്ക് HSA മലയാളം എന്നുള്ള ഒരു ഡെസിഗ്നേഷൻ 8 വർഷം ഗ്രേഡ് കിട്ടിയ HSA മലയാളം ഹയർ ഗ്രേഡ് ബ്രാക്കറ്റിൽ HR ഹയർ ഗ്രേഡ് എന്നുള്ളൊരു, അതിനുശേഷം HSA മലയാളം സീനിയർ ഗ്രേഡ്, HSA മലയാളം സെലക്ഷൻ ഗ്രേഡ്, ഇങ്ങനെ 4 കാറ്റഗറിയാണ് നമ്മളെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ ഉള്ളത്. അതേസമയം അതിൽ എന്തെല്ലാം കാണാനും നോക്കിയാൽ HSA മലയാളം 8 ഇയർ ഗ്രേഡ് എന്ന് കാണാം, HSA മലയാളം 15 ഇയർ ഗ്രേഡ് എന്ന് കാണാം, HSA മലയാളം വേറെ എന്തെങ്കിലും കാണാം, പിന്നെ വെറും HSA ഹൈസ്കൂൾ അസിസ്റ്റന്റ് എന്ന് മാത്രം കാണാം. അങ്ങനെ ഒരുപാട് ഡെസിഗ്നേഷനുകൾ അതിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പം എന്ത് ചെയ്യും, വെറുതെ നമ്മൾ നോക്കിയിട്ട് വെറും ഹൈസ്കൂൾ അസിസ്റ്റന്റ് മാത്രമോ അല്ലെങ്കിൽ LP സ്കൂൾ അസിസ്റ്റന്റ് മാത്രമോ UP സ്കൂൾ അസിസ്റ്റന്റ് മാത്രമോ അതൊക്കെ സെലക്ട് ചെയ്യും. പക്ഷെ കറക്റ്റ് ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്താലേ നമുക്ക് പലപ്പോഴും കൃത്യമായ പേയും സ്കെയിൽ ഓഫ് പേയും ഒക്കെ കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡെസിഗ്നേഷൻ തന്നെ അവിടെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പം HSA മലയാളം ആണെങ്കിൽ HSA മലയാളം, HSA മലയാളം ഹയർ ഗ്രേഡ് ആണെങ്കിൽ ഹയർ ഗ്രേഡ്, HSA മലയാളം സീനിയർ ഗ്രേഡ് ആണെങ്കിൽ സീനിയർ ഗ്രേഡ്, അത് കറക്റ്റ് എന്താണോ അത് തന്നെ അവിടെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ വിത്ത് എഫക്ട് ഫ്രം എന്ന് മുതലാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തത്, ആ ഡേറ്റ്, ഓർഡർ നമ്പർ, ഓർഡർ ഡേറ്റ് ഇത്രയും കൊടുത്തിട്ട് കൺഫേം ചെയ്യുക. അങ്ങനെ കൺഫേം ചെയ്താൽ ഇവിടെ ഒരു എൻട്രി ആയിട്ട് അത് വരും. അപ്പം എന്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് എൻട്രി ചെയ്ത ആ എൻട്രി ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം ഓരോ ഫീൽഡിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത, ഇങ്ങനെ പ്രൊബേഷൻ ഒക്കെ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഓൾറെഡി നമ്മൾ ആ എംപ്ലോയിയുടെ ഡാറ്റ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് അൺലോക്ക് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റൂ, ആ എംപ്ലോയിയുടെ പ്രൊബേഷൻ ഡിക്ലറേഷൻ അതുപോലെ ഇത്തരത്തിലുള്ള എഡിറ്റിംഗ് ഒക്കെ ചേർക്കാൻ കഴിയും. ഇനി പിന്നെ അതിലുള്ളത് മെനുകളിലുള്ള ട്രെയിനിങ്, അവാർഡ്, ഈ 2 കാര്യങ്ങളും. അത് എന്തെങ്കിലും അതൊന്നും സാധാരണ ആരും ചേർക്കാറില്ല. പക്ഷെ സർവീസ് ബുക്കിലൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ ചേർക്കണം എന്നാണ്. അത് വരുന്നില്ല. ട്രെയിനിങ് ക്ലിക്ക് ചെയ്താൽ ഓക്കെ, ആ ട്രെയിനിങ്ങിന്റെ ഡീറ്റെയിൽസ് ഇതിപ്പം എംപ്ലോയി റെക്കോർഡ് ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ ആക്റ്റീവ് ആകാത്തത്. അൺലോക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഇതൊക്കെ ചേർക്കാനുള്ള സംവിധാനമുണ്ട്. അതേപോലെ തന്നെ അവാർഡുകൾ.
ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരു മെനു ആണ് ലീവ് അക്കൗണ്ട്. ലീവ് അക്കൗണ്ട് നമുക്ക് ഈ ലീവ് അക്കൗണ്ട് എടുത്തിട്ടും ചേർക്കാം, അല്ലെങ്കിൽ മെയിൻ മെനു പോയിട്ട് സർവീസ് മാറ്റേഴ്സിൽ ലീവ് COD പ്രോസസിംഗ് എന്നുള്ള അതില് ലീവ് അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെ 2 തരത്തിൽ നമുക്ക് ലീവ് ആഡ് ചെയ്യാം. അപ്പൊ 2 തരത്തിലുള്ള ലീവാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിലൂടെ ആഡ് ചെയ്യുന്നത്. ഒന്ന്, നമ്മളെ സംബന്ധിച്ച് ഒരു ലീവേ ഉള്ളൂ, HPL. എൻഡ് ലീവ് നമ്മൾ ഈ രൂപത്തിലല്ല ആഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് എൻഡ് ലീവ് അങ്ങനെ കൃത്യമായിട്ട് വരാറില്ല. വെക്കേഷനിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഡ്യൂട്ടി എടുത്താൽ മാത്രമേ നമുക്ക് എൻഡ് ലീവ് വരൂ. അത് അതിന്റെ ആ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വെച്ചാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് HPL ആണ്. അപ്പൊ HPL ക്ലിക്ക് ചെയ്യാം. അപ്പം ലീവ് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ എഡിറ്റ് എംപ്ലോയി റെക്കോർഡ് നമ്മൾ അൺലോക്ക് എംപ്ലോയി റെക്കോർഡ് കൊടുക്കണം. അതിനുശേഷം നമുക്കത് എൻ്റർ ചെയ്യാൻ കഴിയൂ. അങ്ങനെ ചെയ്തതിന് ശേഷം HPL എടുത്തു. ഇവിടെ 4 ഓപ്ഷൻ കാണാം. എൻ്റർ ഓപ്പണിംഗ് ബാലൻസ്, എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് ഓൺ സബ്സീക്വന്റ് ഡേറ്റ്, ക്രെഡിറ്റ് ലീവ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ബാലൻസ്. അപ്പൊ നമ്മള് ഒരു എംപ്ലോയി നമ്മൾ തുടക്കത്തില് ജോയിൻ ചെയ്ത ഒരു എംപ്ലോയി ആണ്, അദ്ദേഹം 1 വർഷം കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ ലീവ് HPL ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ചെയ്യുക. എൻ്റർ ഓപ്പണിംഗ് ബാലൻസ്, ഇതിപ്പോ എന്റെ അക്കൗണ്ട് എടുത്ത് ഞാൻ ഗസറ്റഡ് ഓഫീസർ ആയതുകൊണ്ട് എന്റെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്റെ കൺട്രോളിംഗ് ഓഫീസർ DDക്ക് അധികാരമുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ ആക്റ്റീവ് അല്ലാതെ കിടക്കുന്നത്. എന്നാലും പറയാം, ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ സ്ഥാപനത്തിലെ ഒരു എംപ്ലോയി, ഇപ്പം നേരത്തെ തന്നെ ലീവ് ഒക്കെ അക്കൗണ്ട് ചെയ്ത് വന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ ക്രെഡിറ്റ് ലീവ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ബാലൻസ് ആ ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? ആസ് ഓൺ ഡേറ്റ് വരും, ലീവ് എത്ര, അതുവരെയുള്ള ലീവ് എത്ര അവിടെ കൊടുക്കണം, അത് കൊടുത്ത് കൺഫേം ചെയ്യാം. ഇനി തുടക്കക്കാരനാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പണിംഗ് ബാലൻസ് അവിടെ കൊടുക്കണം, ആസ് ഓൺ ഡേറ്റ് 1 വർഷം പൂർത്തിയാകുമ്പോൾ. ഇനി അതല്ല, എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് ഓൺ സബ്സീക്വന്റ് ഡേറ്റ് എടുത്ത് ചെയ്താൽ നമ്മൾ എന്നാണ് ഇപ്പം പലപ്പോഴും നമ്മൾ നേരത്തെ എന്നുള്ള, അതായത് ഒരു 4-5 കൊല്ലം സർവീസ് ഉള്ള ഒരു എംപ്ലോയിയുടെ ലീവ് ഇതുവരെ ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിൽ എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് ആസ് ഓൺ സബ്സീക്വന്റ് ഡേറ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്നാണോ നമ്മൾ ലീവ് എൻ്റർ ചെയ്യുന്നത് ആ ഡേറ്റ് അവിടെ കൊടുക്കുക. അന്ന് ക്രെഡിറ്റിൽ എത്ര ലീവ് ഉണ്ടോ അത് ലീവ് എന്നുള്ള കോളത്ത് കൊടുക്കുക, സേവ് ചെയ്യാം. അപ്പൊ ഈ കാര്യമൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം, ആദ്യം സർവീസ് ബുക്കിൽ ലീവ് എൻട്രി വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്പാർക്കിലേക്ക് ലീവ് എൻട്രി നടത്താൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അത് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കൂടുതൽ അതിനെ പറ്റി പറയുന്നില്ല. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സർവീസ് ഹിസ്റ്ററി. അതാണ് നമുക്ക് കുറച്ച് കൂടുതൽ കാര്യം പറയാനുള്ളത്. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ തയ്യാറാക്കിയാണ്, നമുക്ക് നേരിട്ട് സ്പാർക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്. അപ്പൊ ഇവിടെയാണ് ആസ് ഓൺ ഡേറ്റ് എന്നുള്ളത് കൊടുക്കുന്നത്. അപ്പൊ ഇത് എൻഡ് ലീവ് നമ്മളെ സംബന്ധിച്ച് വേണ്ട. ഇപ്പൊ HPL ആണെങ്കിലും ആസ് ഓൺ ഡേറ്റ് ഗോ കൊടുത്താൽ, ആസ് ഓൺ ഡേറ്റ് കൊടുത്താൽ അവിടെ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഗോ കൊടുക്കുക. ഗോ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു മെനു ആണ് വരിക, ഒരു വിൻഡോ ആണ് വരിക. അതിൽ ഡേറ്റ് ഓഫ് ജോയിനിങ് ഇൻ സർവീസ് അവിടെ തന്നെ വരും. ടോട്ടൽ HPL ഏൺഡ് ആഫ്റ്റർ, അത് അവിടെ എത്ര ഏൺഡ് ലീവ് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ HPL എടുത്തിട്ടുണ്ടോ അത് നമ്മൾ
ലീവ് എൻട്രിയിൽ കൊടുത്തത് അവിടെ വരും. പിന്നെ പീരീഡ് ഓഫ് ഡ്യൂട്ടി ഇന്ന മുതൽ ഇന്ന് വരെ അവിടെ എത്ര ലീവ് അദ്ദേഹത്തിന് അവകാശമുണ്ടോ അത് അവിടെ വരും. നമ്മൾ അതിന്റെ താഴെ കൺഫേം കൊടുത്താൽ മതി. പ്രോസസ് ചെയ്യുന്ന അത് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ സർവീസ് ഹിസ്റ്ററിയിലേക്ക് വരാം. എന്താണ് സർവീസ് ഹിസ്റ്ററി? ഒരു എംപ്ലോയി സർവീസിൽ കയറി കഴിഞ്ഞാൽ അയാൾക്ക് വരുന്ന ഓരോ മാറ്റങ്ങളും ആണ് അദ്ദേഹത്തിന്റെ സർവീസ് ഹിസ്റ്ററി ആയിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനെ സർവീസ് ഹിസ്റ്ററിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് 2 തരത്തിലുള്ള മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും വരിക. അദ്ദേഹത്തിന്റെ ബേസിക് പേയിലുള്ള മാറ്റം, അദ്ദേഹത്തിന്റെ സ്റ്റേഷനിലുള്ള മാറ്റം. ബേസിക് പേയിൽ മാറ്റം 4 തരത്തിൽ വരാം. ഒന്ന് ഇൻക്രിമെന്റ്, ഒന്ന് പ്രൊമോഷൻ, ഒന്ന് ഗ്രേഡ്, ഒന്ന് പേ റിവിഷൻ. ഈ 4 തരത്തിൽ ഒരു എംപ്ലോയിയുടെ ബേസിക് പേയിൽ മാറ്റം വരാം. സ്റ്റേഷൻ മാറ്റം വരുന്നത് ട്രാൻസ്ഫർ സമയത്താണ്. അപ്പൊ ഈ 5 തരത്തിലുള്ള മാറ്റങ്ങളാണ് ഒരു എംപ്ലോയിയുടെ സർവീസ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം ഇത് ആദ്യം ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സർവീസ് ബുക്കിലാണ്. അതിനുശേഷം മാത്രമേ നമ്മൾ സ്പാർക്കിലേക്ക് ഈ സാധനങ്ങളൊക്കെ ചെയ്യാം. സ്പാർക്കിൽ നമ്മൾ സർവീസ് ഹിസ്റ്ററി പ്രത്യേകമായിട്ട് ചെയ്യേണ്ട. സ്പാർക്കിൽ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, ഇപ്പം ബേസിക് പേ ചേഞ്ച് ഇൻക്രിമെന്റ് കൊണ്ടാണെങ്കിൽ നമ്മൾ ഇൻക്രിമെന്റ് പാസ്സാക്കുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് സർവീസ് ഹിസ്റ്ററിയിൽ ഒരു പുതിയ കോളം വന്നോളും. പ്രൊമോഷൻ ജനറേറ്റ് ചെയ്യും, പ്രൊമോഷൻ ഓർഡർ ജനറേറ്റ് ചെയ്യുമ്പോൾ സർവീസ് ഹിസ്റ്ററിയിൽ പുതിയ കോളം വന്നോളും. ഗ്രേഡ് ഫിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ, അതുപോലെ തന്നെ പേ റിവിഷൻ നടത്തുമ്പോൾ, ഇതൊക്കെ നടത്തുമ്പോൾ നമുക്ക് സർവീസ് ഹിസ്റ്ററിയിൽ പുതിയ ഓരോ റോയും വന്നുകൊള്ളും. ഇനി ചേഞ്ച് ഇൻ സ്റ്റേഷൻ, ട്രാൻസ്ഫർ, നമ്മൾ ഒരാളെ ട്രാൻസ്ഫർ ചെയ്യിച്ച് പുതിയൊരു ലാവണത്തിൽ ജോയിൻ ചെയ്യിപ്പിച്ചാൽ അയാളുടെ സർവീസ് ഹിസ്റ്ററിയിൽ പുതിയൊരു കോളം വരും. അപ്പൊ ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ ഇതിന് മുന്നോടിയായിട്ട് ഈ മാറ്റങ്ങൾ നമ്മൾ നമ്മുടെ സേവന പുസ്തകത്തിൽ സർവീസ് ബുക്കിൽ വരുത്തണം. അപ്പൊ അത് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. സർവീസ് ബുക്കിലെ പ്രധാനപ്പെട്ട 2 എൻട്രി സ്റ്റൈലുകൾ, ഒന്ന് കേജ് എൻട്രിയും ഒന്ന് റണ്ണിങ് എൻട്രിയും. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങള് സർവീസ് ബുക്കിലെ ഓരോ കേജുകളായിട്ടാണ് എൻട്രി ചെയ്യുക. എന്താണ് കേജ്? നമ്മളെ സർവീസ് ബുക്കില് നമ്മൾ 3 കോളം, ചിലപ്പോൾ 2 കോളം വരച്ചായിരിക്കും ചിലർ എഴുതുക, 3 കോളം വരച്ചിട്ട് ഇങ്ങനെ കുത്തനെ എഴുതുന്ന കുറെ മാറ്റേഴ്സ് ഇല്ലേ, അതിനാണ് നമ്മൾ കേജ് എൻട്രി എന്ന് പറയുന്നത്. ആ കേജ് എൻട്രി, ഒരു കേജ് എൻട്രി പുതുതായിട്ട് വരുന്നത് ഒന്നുകിൽ ആ എംപ്ലോയിക്ക് ഒരു ഇൻക്രിമെന്റ് പാസ്സാകുമ്പോ, അല്ലെങ്കിൽ പ്രൊമോഷൻ വരുമ്പോ, അല്ലെങ്കിൽ ഗ്രേഡ് പാസ്സാകുമ്പോ, അല്ലെ പേ റിവിഷൻ വരുമ്പോ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ വരുമ്പോ. ഇത്തരം സമയങ്ങളൊക്കെയാണ് ഒരു കേജ് എൻട്രി പുതുതായിട്ട് വരുന്നത്. ഒരു കാര്യം നമ്മൾ വളരെ ഉറപ്പിച്ച് പറയാം, ഒരു എംപ്ലോയിയുടെ സർവീസ് ബുക്കിലെ ഓരോ കേജ് എൻട്രിയുമാണ് ആ എംപ്ലോയിയുടെ സ്പാർക്കിലെ സർവീസ് ഹിസ്റ്ററിയിലെ ഓരോ റോ. ക്ലിയർ ആയില്ലേ? അതായത് ഒരു എംപ്ലോയിയുടെ സർവീസ് ബുക്കിലെ ഓരോ കേജ് എൻട്രിയും, അതായത് കുത്തനെയുള്ള ഓരോ എൻട്രിയും ആണ് ആ എംപ്ലോയിയുടെ സ്പാർക്കിലെ ഓരോ സർവീസ് ഹിസ്റ്ററിയിലെ ഓരോ റോയും. അപ്പോ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, ഒരു എംപ്ലോയിയുടെ സർവീസ് ബുക്കിലെ കേജ് എൻട്രിക്ക് അനുസരിച്ചാണോ ആ എംപ്ലോയിയുടെ സർവീസ് ഹിസ്റ്ററിയിലെ ഓരോ വരിയും. അങ്ങനെ അല്ലെങ്കിൽ അത് ആ രൂപത്തിൽ ആക്കണം. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പം പലരും അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ അതങ്ങനെ കിടക്കും. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അത് തുറന്നാൽ, അതായത് ആ എംപ്ലോയി റെക്കോർഡ് അൺലോക്ക് ചെയ്താൽ പിന്നെ അത് ലോക്ക് ആവില്ല. ലോക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ആ എംപ്ലോയിക്ക് ശമ്പളം വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ലോക്ക് ആവണം. ലോക്കാക്കണേ എന്ത് ചെയ്യണം? ഈ എംപ്ലോയി റെക്കോർഡ് കറക്റ്റ് ചെയ്യണം. അപ്പൊ സ്പാർക്കിലെ സർവീസ് ഹിസ്റ്ററിക്ക് 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് കണ്ടിന്യൂഷൻ, മിസ്സിംഗ് എൻട്രി, ട്രാൻസിറ്റ്, ബേസിക് പേ. ഇതൊക്കെ എന്താണ് നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു എംപ്ലോയിയുടെ
സർവീസ് ഹിസ്റ്ററിയിലെ ഭാഗമാണ്. അപ്പൊ എംപ്ലോയി ഇവിടെ എന്താണ് KSGHSS കടപ്ര ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 ആയിട്ട് 25/10/2005 ഫോർനൂൺ മുതൽ 23/4/2010 വരെ ഉണ്ട്. ഇനി അവിടെ നിന്ന് അദ്ദേഹം ഗവൺമെന്റ് UPGS കടപ്രയിലേക്ക് മാറി. എന്നാ മാറുന്നത്? 23/4/2010 ഫോർനൂണിലാണ്. അന്ന് തന്നെ പോയിട്ട് ആഫ്റ്റർനൂണിൽ മറ്റേ സ്ഥലത്ത് ജോയിൻ ചെയ്യുകയും ചെയ്തു. നമ്മളെ സംബന്ധിച്ച് സർവീസ് ബുക്കിൽ അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ എഴുതിയിട്ടുണ്ടാകുക, ഒരു മിസ്റ്റേക്കും ഇല്ല. പക്ഷേ ഈ സാധനം സ്പാർക്കില് അംഗീകരിക്കില്ല. ഈ എംപ്ലോയി റെക്കോർഡ് നമ്മൾ അൺലോക്ക് ചെയ്താൽ ഇത് ലോക്ക് ആവില്ല. എന്താ കാരണം എന്നറിയോ? ഈ രണ്ട് ഡേറ്റും ഒന്ന് തന്നെയാണ്. അത് തുറന്നു നോക്കിയിട്ടുള്ളവർക്കറിയാം, എംപ്ലോയി റെക്കോർഡ് അൺലോക്ക് ചെയ്തവർക്ക് അറിയാം, ഇത് ലോക്ക് ആവില്ല. അപ്പൊ എന്ത് വേണം? ഇവിടെ 23 ഫോർനൂൺ ഉള്ളത് ആഫ്റ്റർനൂൺ ആയി കൊടുക്കുക, അല്ലെ ഫോർനൂൺ തന്നെ വെക്കുകയോ. ഇവിടെ 24 ആക്കി കൊടുക്കുക വേണം. അതായത് ഒരേ ഡേറ്റ് സ്പാർക്കില് സർവീസ് ഹിസ്റ്ററിയിൽ ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ നമ്മൾ ഈ പ്രൊമോഷൻ ഓർഡർ ജനറേറ്റ് ചെയ്യുമ്പോൾ, ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്ക് ആണ്. അവിടെ നമ്മൾ ആഫ്റ്റർനൂണും ഫോർനൂണും സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യാതെ തന്നെ ആക്സെപ്റ്റ് ചെയ്യും, അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇവിടെയൊക്കെ അത് ബ്ലാങ്ക് ആയി കിടക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത്, സ്പാർക്കിലെ സർവീസ് ഹിസ്റ്ററിയിൽ കണ്ടിന്യൂവേഷൻ വേണം. ഇപ്പൊ ഇവിടെ കണ്ടല്ലോ 25 23 ട്രാൻസ്ഫർ ആയി. അപ്പൊ 24 ഇവിടെ വരണം. 30 വരെ അദ്ദേഹത്തിന് പേ റിവിഷൻ ആണെന്ന് തോന്നുന്നു 30. പിന്നെ 1/10 39, 1/10 39, 1/10 42, 5/2 36, 1/7 ഇങ്ങനെ കറക്റ്റ് കണ്ടിന്യൂവേഷൻ വേണം. നമ്മളെ പല എംപ്ലോയീസിന്റെയും സർവീസ് ഹിസ്റ്ററി ഇപ്പൊ പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള ഒരു കണ്ടിന്യൂവേഷൻ അതിൽ കാണാൻ കഴിയില്ല. അപ്പൊ ഇപ്പൊ അത് പ്രശ്നമൊന്നുമില്ല. ഇപ്പം വളരെ പ്രശ്നമായിരിക്കും. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ നമ്മളെ പുതിയ പേ റിവിഷന് വേണ്ടിയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ ആ എംപ്ലോയി റെക്കോർഡ് അൺലോക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ പലരുടേതും അത് ലോക്ക് ആവുന്നില്ല. അവിടെ ലോക്ക് ചെയ്യാൻ കൊടുക്കുമ്പോൾ പറയുന്നത് ഇന്ന ഡേറ്റില് സർവീസ് ഹിസ്റ്ററിയിൽ പ്രശ്നമുണ്ട്, അങ്ങനെ എഴുതി കാണിച്ചു. അത് ക്ലിയർ ചെയ്യുമ്പോൾ അടുത്ത് വേറെ എന്തെങ്കിലും അത് കാണിക്കും. അങ്ങനെ ഓരോ ഡേറ്റിലെയും സർവീസ് ഹിസ്റ്ററിയിൽ ഇങ്ങനെ വ്യത്യാസങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കും. അപ്പൊ അതില് സർവീസ് ഹിസ്റ്ററിയിൽ വേണ്ട ഒരു കാര്യം നമ്മളോട് പറഞ്ഞു. സർവീസ് ഹിസ്റ്ററിയിൽ എന്ത് വേണം? കൃത്യമായും കണ്ടിന്യൂവേഷൻ വേണം, തുടർച്ചയായിട്ട് വേണം. പിന്നെ മിസ്സിംഗ് എൻട്രി, ചിലതൊക്കെ നമ്മൾ മാനുവലായിട്ട് ചെയ്തതായിരിക്കും, അപ്പം മിസ്സിംഗ് എൻട്രി ഉണ്ടാവും. അതായത് ഈ 1/10/2012 30/9/2013 വരെയുള്ള എൻട്രി ഇതിൽ ഉണ്ടാവില്ല. ഇവിടെ 30/9/2012 കാണാം. അതിനുശേഷം ഇവിടെ 5/2/2014 ഉണ്ടാവുക. അതിൽ ചിലപ്പോൾ ഒരു വർഷം മിസ്സിംഗ് ആയിട്ടുണ്ടാവും. അപ്പൊ അതും സ്പാർക്ക് സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് എന്ത് വേണം? സർവീസ് ബുക്ക് എടുത്ത് വെച്ച് കൃത്യമായും അതിലെ ഓരോ കേജ് എൻട്രിക്കും അനുസരിച്ച് ഇതില് സർവീസ് എൻട്രി കൊടുക്കേണ്ടതുണ്ട്. ഇനി എന്താ ഈ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്? ഇപ്പം തിരുവനന്തപുരത്തുള്ള ഒരു എംപ്ലോയി ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഡിസംബർ 15-ാം തീയതി അവിടുന്ന് റിലീവ് ചെയ്തു. അദ്ദേഹത്തിന് KSR അനുസരിച്ച് എന്ത് ചെയ്യാം? ജോയിനിങ് ടൈം എടുക്കാം. ഇപ്പൊ മറ്റൊരു ജില്ലയിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹം 2 ദിവസം ജോയിനിങ് ടൈം എടുത്തിട്ടാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സർവീസ് എൻട്രിയിൽ ഇവിടെ 1/5/2015 14/7/2016 അദ്ദേഹം റിലീവ് ചെയ്തു. ഇവിടെ ജോയിൻ ചെയ്യുന്നത് 17/7/2016 അപ്പൊ സ്പാർക്കിൽ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ അതില് 14 കഴിഞ്ഞ് 15 16 മിസ്സിംഗ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ആ സമയം അദ്ദേഹം ട്രാൻസിറ്റില് കിടക്കുന്ന സമയമാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് ട്രാൻസ്ഫർ ഓർഡറും ജോയിനിങ് റിപ്പോർട്ടും ഒക്കെ സ്പാർക്കിൽ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ വന്നിട്ടുണ്ടാവും അത്. അപ്പൊ 2 ദിവസം ട്രാൻസിറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ 2 ദിവസം കിടക്കും. പക്ഷെ പഴയ എൻട്രിയിലൊന്നും, നമ്മൾ മാനുവലായിട്ട് ചെയ്ത എൻട്രിയിലൊന്നും ചിലപ്പോൾ അങ്ങനെ ട്രാൻസിറ്റിൽ കിടക്കുന്നതായിട്ട് കാണില്ല. നമ്മൾ സർവീസ് ഹിസ്റ്ററി അൺലോക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും?
ആ സാധനം മിസ്സിംഗ് ആയതായിട്ട് കാണിക്കും, അത് ലോക്ക് ആവില്ല. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു എൻട്രി പുതുതായിട്ട് കൊടുക്കേണ്ടി വരും. അതായത് സർവീസ് ഹിസ്റ്ററി എടുത്തിട്ട് ഒരു എൻട്രി നമ്മൾ പുതുതായിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുമ്പോൾ ഓഫീസിന് പകരം അവിടെ എന്താണ് ട്രാൻസിറ്റ് എന്നുള്ള ഓപ്ഷനാണ് അവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതായത് സംഭവം മനസ്സിലായാലും, ഒരു എംപ്ലോയി 2 ദിവസത്തെ ജോയിനിങ് ടൈം എടുത്തു, ഇപ്പോഴൊന്നല്ല നേരത്തെയാണ്. കാരണം ഇപ്പോഴത്തെ അത് വരാൻ സാധ്യല്ല. കാരണം ഇപ്പോഴത്തെ എന്താണ്, നമ്മൾ ട്രാൻസ്ഫർ ഓർഡറും ജോയിനിങ് റിപ്പോർട്ടൊക്കെ സ്പാർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ 2 ദിവസം ട്രാൻസിറ്റ് എന്നുള്ള ഒരു എൻട്രി അതിൽ വന്നോളും. അപ്പൊ നേരത്തെ നമ്മൾ മാനുവലായിട്ട് ചെയ്ത സമയത്തുള്ള ഒരു എൻട്രി ആണെങ്കിൽ അവിടെ ട്രാൻസിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ഇവിടെ റിലീവ് ചെയ്തത് 17/1-നാണ്, ഇപ്പം ജോയിൻ ചെയ്തത് 20/1-നായിരിക്കും. അപ്പോൾ 18ഉം 19ഉം എന്താക്കണം, ട്രാൻസിറ്റിൽ കൊടുക്കണം. അപ്പം അങ്ങനെ ട്രാൻസിറ്റ് ആഡ് ചെയ്യണേ. പുതിയ ഡിപ്പാർട്ട്മെന്റ് ഡിസ്ട്രിക്റ്റും ഒക്കെ സെലക്ട് ചെയ്യുക, ഓഫീസിന് ഒരാളുടെ ട്രാൻസിറ്റ് സെലക്ട് ചെയ്യുക, ബാക്കിയൊക്കെ അതുപോലെ ഡേറ്റ് ഫ്രം ആ 2 ദിവസം അവിടെ കൊടുക്കുക, ഫ്രം ടു കൊടുക്കുക. അങ്ങനെ കൊടുത്താലേ അത് ആ സാധനം സ്പാർക്ക് നമുക്ക് എംപ്ലോയി റെക്കോർഡ് ലോക്ക് ചെയ്യാൻ കഴിയും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് എംപ്ലോയി റെക്കോർഡിനെ സംബന്ധിച്ച്, നമ്മുടെ സർവീസ് ഹിസ്റ്ററിയെ സംബന്ധിച്ച് കണ്ടിന്യൂഷൻ വേണം, അതിൽ മിസ്സിംഗ് എൻട്രി പാടില്ല, അതിൽ ട്രാൻസിറ്റ് കാണിക്കേണ്ട സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ അത് കാണിക്കണം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ബേസിക് പേ. നമ്മള് സർവീസ് ഹിസ്റ്ററി അൺലോക്ക് ചെയ്യുകയും ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ അതിപ്പം കണ്ടിന്യൂഷൻ ഇല്ല, മിസ്സിംഗ് എൻട്രി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ലോക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ബേസിക് പേയിൽ വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് ലോക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പലപ്പോഴും ബേസിക് പേ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പോകും. പക്ഷേ ബേസിക് പേ തെറ്റായി കിടന്നാലുള്ള പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ അരിയർ പ്രോസസ് ചെയ്യുമ്പം അല്ലെങ്കിൽ സാലറി അരിയറോ DA അരിയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോസസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം തെറ്റായ സംഖ്യ അല്ലെങ്കിൽ തെറ്റായ തുകയാണ് അവിടെ വരിക. അപ്പം ഓരോ കേജ് എൻട്രിയിലുള്ള, അതായത് സർവീസ് ബുക്കിലെ കേജ് എൻട്രിയിൽ ഓരോ കേജിലുമുള്ള ബേസിക് പേയും നമ്മുടെ സ്പാർക്കിലെ സർവീസ് ഹിസ്റ്ററിയിലുള്ള ബേസിക് പേയും കറക്റ്റ് അല്ലേ എന്ന് നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പ് വരുത്തിയിട്ടില്ലെങ്കിൽ അവരുടെ DA ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ വന്നു. DA അരിയറൊക്കെ പ്രോസസ് ചെയ്യുമ്പോൾ ചിലർക്ക് മൈനസ് സംഖ്യ വരുന്നു, ചിലർക്ക് വളരെ വലിയ തുക വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പരിശോധിക്കുമ്പോഴാണ് സർവീസ് ഹിസ്റ്ററിയിൽ ഇത്തരത്തിലുള്ള മിസ്മാച്ച് ഒക്കെ കാണുന്നത്. അപ്പം ആ ഒരു കാര്യം ബേസിക് പേയും നമ്മൾ കറക്റ്റ് ആക്കണം. അത് നമ്മൾ തന്നെ കറക്റ്റ് ആക്കിയാലേ കറക്റ്റ് ആവും. അല്ലാതെ സ്പാർക്കിൽ അത് എംപ്ലോയി റെക്കോർഡ് ലോക്ക് ചെയ്യുമ്പോൾ മറ്റുള്ള സാധനങ്ങൾ ഉള്ള വ്യത്യാസം കാണിച്ച പോലെ ബേസിക് പേയിലുള്ള വ്യത്യാസം കാണിച്ചു തരില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, സർവീസ് ഹിസ്റ്ററി. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കാര്യം കൂടി പറയാം. ഏതാണ്ട് 4 മണിയോടടുത്തു. ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എക്സസ് പേ റീപേയ്മെന്റ്. ഇത് ഞാനിവിടെ പറയുന്നത് സർവീസ് ഹിസ്റ്ററിയുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. എന്താണ് എക്സസ് പേ? അപ്പൊ സ്പാർക്കിനെ സംബന്ധിച്ച് ഒരാൾക്ക് എക്സസ് ആയിട്ട് സ്പാർക്കിന്ന് പേ എടുക്കാനൊന്നും സാധിക്കില്ല. സ്പാർക്കിന്ന് ഒരാൾക്കും എക്സസ് ആയിട്ട് പേ എടുക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെ എക്സസ് പേ വരുന്നത്? സ്പാർക്കിന്റെ സർവീസ് മനസ്സിലായി നമുക്ക്. എന്തായാലും നമ്മുടെ പ്രസന്റേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പ്രസന്റേഷൻ കൂടി ഉണ്ടാക്കിയത്. കാരണം ആദ്യത്തെ ദിവസം സുരേഷ് സാറ് ക്ലാസ് എടുത്തപ്പോൾ സാർക്ക് കിട്ടാതെ ബുദ്ധിമുട്ടിയോണ്ട് അങ്ങനെ ചെറിയൊരു പ്രയാസം ഉണ്ടായി. ഓക്കെ, എന്താണ് എക്സസ് പേ? എക്സസ് പേ വരാൻ കാരണം നമ്മൾ വരുത്തുന്ന പിഴവുകളാണ്. അതായത് DDO വരുത്തുന്ന പിഴവുകളാണ് എക്സസ് പേ വരാൻ കാരണം. എങ്ങനെയല്ല എക്സസ് പേ വരാൻ? ഒന്നുകിൽ ഇൻക്രിമെന്റ് തെറ്റായിട്ട് സാങ്ഷൻ ചെയ്തു പോവുക, അല്ലെങ്കിൽ ഗ്രേഡ് തെറ്റായിട്ട് കൊടുത്തു പോവുക, അല്ലെങ്കിൽ തെറ്റായ തരത്തിൽ പേ റിവിഷൻ നടത്തുക. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എക്സസ് പേ വരാം. ഉദാഹരണത്തിന് ഒരു എംപ്ലോയി പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലേ അയാൾക്ക് 2ാമത്തെ ഇൻക്രിമെന്റിന് അർഹതയുള്ളൂ. DDO അത് ശ്രദ്ധിക്കാതെ എന്ത് ചെയ്തു? 2ാമത്തെ വർഷം തികയുന്ന ആദ്യ മാസം അയാൾക്ക് ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്തു.
അപ്പൊ ഓഡിറ്റുകാർ ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഓഡിറ്റുകാർ വന്നപ്പോൾ ഓഡിറ്റുകാർ അത് പിടിച്ചു. അപ്പൊ ഈ 3 മാസത്തെ ഇൻക്രിമെന്റ് തെറ്റായിട്ട് കൊടുത്തതാണ്, ആ പൈസ അയാൾ തിരിച്ചടയ്ക്കണം. ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ടും എക്സസ് പേ വരാം. പക്ഷെ അത് ആരുടെ കുറ്റമല്ല? സ്പാർക്കിന്റെ കുറ്റമല്ല. സ്പാർക്ക് ഒരിക്കലും എക്സസ് ആയിട്ട് പേ വരുത്തില്ല. അപ്പൊ എക്സസ് പേ വന്നത് നമ്മുടെ കുറ്റം കൊണ്ടാണ്. സ്പാർക്കിൽ പേ ജനറേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സർവീസ് ഹിസ്റ്ററി. സർവീസ് ഹിസ്റ്ററിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഭാഗമാണെന്ത്? പ്രസന്റ് സാലറി എന്ന് പറയുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പ്രസന്റ് സാലറിയാണ് സർവീസ് ഹിസ്റ്ററിയിലെ ഓരോ കോളായിട്ട് മാറുന്നത്. അതായത് നമ്മുടെ സർവീസ് ബുക്കിലെ കേജ് എൻട്രിയിലെ ലാസ്റ്റ് കേജ് ആണ് പ്രസന്റ് സാലറി എന്ന് പറയുന്ന സാധനം. അതായത് അദ്ദേഹത്തിന്റെ ബേസിക് പേ എത്ര, പ്രസന്റ് പിന്നെ സ്കെയിൽ ഓഫ് പേ എത്ര, ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അത് നമ്മളൊരു ഇൻക്രിമെന്റ് പാസ്സാക്കുകയോ അല്ലെങ്കിൽ ഗ്രേഡ് പാസ്സാക്കുകയോ ചെയ്യുമ്പോൾ ആ പ്രസന്റ് സാലറിയാണ് എന്താവുന്നത്? സർവീസ് ഹിസ്റ്ററിയിലെ ഏറ്റവും അവസാനത്തെ റോ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം സ്പാർക്ക് നോക്കുന്നത് ആ പ്രസന്റ് സാലറി, അതിലുള്ള ബേസിക് പേയും അതിലുള്ള മറ്റ് അലവൻസുകളൊക്കെ നോക്കിയിട്ടാണ് പേ പാസ്സാക്കുന്നത്. അപ്പൊ നമ്മൾ തെറ്റായിട്ട് ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്തു പോയാൽ എന്ത് ചെയ്യും? സർവീസ് ഹിസ്റ്ററി തെറ്റായിട്ടൊരു കോളം വരും. ആ കോളത്തിനനുസരിച്ചാണ് പിന്നീട് പേ കൊടുക്കുക. അപ്പൊ അത് ഓഡിറ്റുകാരെ എക്സസ് പേ ആയിട്ട് കണ്ടെത്തി. അപ്പോൾ എക്സസ് പേ തിരിച്ചടയ്ക്കാൻ സ്പാർക്ക് തന്നെ ഒരു മാർഗമുണ്ട്. അതിന് സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിംഗിൽ എക്സസ് പേ പ്രോസസ്സിംഗ് എന്നുള്ള ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മൾ സാലറി ഇങ്ങനെ എക്സസ് ഉണ്ട്, അപ്പം ഓഡിറ്റർ കണ്ടുപിടിച്ചു, നമ്മൾ അത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് സാലറി മാറ്റേഴ്സ് പോയി, പ്രോസസ്സിംഗ് പോയി, എക്സസ് പേ പ്രോസസ്സിംഗ് എടുത്തു. അങ്ങനെ എക്സസ് പേ പ്രോസസ്സിംഗ് എടുത്ത് ബില്ലൊക്കെ ജനറേറ്റ് ചെയ്തു. അതിന്റെ താഴെ തന്നെ എക്സസ് പേ ബില്ല് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ബില്ല് നോക്കിയപ്പോൾ കാണുന്നത് 0, അതായത് നിൽ ബില്ലാണ് കാണുന്നത്. ആരെടുത്താലും അങ്ങനെ തന്നെ വരും. അപ്പൊ നമുക്ക് സംശയമായി, എന്താണ് ഇങ്ങനെ എക്സസ് പേ റീപേയ്മെന്റ് പ്രോസസ് ചെയ്തപ്പോ 0 വരുന്നത്? എന്താ കാരണം? നേരത്തെ പോയിട്ട് സ്പാർക്കിൽ യാതൊരു മാറ്റമില്ല. കാരണം സർവീസ് ഹിസ്റ്ററിയിൽ ആ തെറ്റായ കാര്യങ്ങൾ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്പാർക്കിനെ സംബന്ധിച്ച് അതെന്തല്ല? എക്സസ് പേ അല്ല. അങ്ങനെ എക്സസ് പേ അല്ലാത്തിടത്തോളം കാലം ആ എക്സസ് പേ പ്രോസസ് ചെയ്താൽ 0 ബില്ല് കിട്ടും. അപ്പോ എക്സസ് പേ പ്രോസസ് ചെയ്യുന്നതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് സർവീസ് ഹിസ്റ്ററിയിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുകയാണ്. തെറ്റായി കൊടുത്ത ഇൻക്രിമെന്റ് ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണം, സർവീസ് ഹിസ്റ്ററിയിൽ ആ മാറ്റം വരുത്തണം. ഇനി പേ ഫിക്സേഷനോ ഗ്രേഡോ എന്താണോ അങ്ങനെ തെറ്റായിട്ട് കൊടുത്തത്, ആദ്യം വേണ്ടത് സർവീസ് ഹിസ്റ്ററിയിൽ ആ മാറ്റം വരുത്തണം. അപ്പൊ സർവീസ് ഹിസ്റ്ററിയിൽ മാറ്റം വരുത്തി ബേസിക് പേ പഴുതാക്കി. നിലവിൽ സർവീസ് ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്നത് 70,000 ആയിരുന്നു ബേസിക് പേ. അത് നമ്മൾ മാറ്റി ഇൻക്രിമെന്റ് ഒക്കെ കറക്റ്റ് ചെയ്തപ്പോൾ 68,000 ആണുള്ളത്. അങ്ങനെ 68,000 ആക്കി. അപ്പൊ അവിടെ നിന്നെല്ലാം സംഭവിച്ചത്, സർവീസ് ഹിസ്റ്ററിയിൽ ബേസിക് പേ 68,000 കിടക്കുന്നു. അദ്ദേഹത്തിന്റെ PBRല് അല്ലെങ്കിൽ പേ ആൻഡ് അഡ്വാൻസ് ഡ്രോണിൽ എന്താ കിടക്കുന്നത്? 70,000 അതിന്റെ അഡ്വാൻസ് ആണ്. ഇപ്പൊ സ്പാർക്ക് എന്ത് ചെയ്യും? രണ്ടും കാൽക്കുലേറ്റ് ചെയ്യും. 68,000 വെച്ചുള്ള ബേസിക് പേയും ബേസിക് പേ വെച്ചുള്ള സാലറിയും 70,000 വെച്ച് ഇയാൾ വാങ്ങി സാലറി കൂട്ടും. എന്നിട്ട് എത്രയാണോ കൂടുതലായിട്ട് വാങ്ങിയത് അത് മൈനസ് ഫിഗർ ആയിട്ട് വരും. അന്നേരം നമ്മൾ സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിംഗ് പോയിട്ട് എക്സസ് പേ പ്രോസസ്സിംഗ് എടുത്താൽ അവിടെ ഒരു മൈനസ് ഫിഗർ ആയിട്ട് ഇത് വരും. ഒന്നുകൂടി പറയാം, എക്സസ് പേ റീപേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് എക്സസ് പേ പ്രോസസ് ചെയ്താൽ സാധാരണഗതിയിൽ 0 ബില്ലാണ് കിട്ടുക. കാരണം അങ്ങനെ എക്സസ് പേ വരാനുള്ള കാരണം നമ്മൾ സർവീസ് ഹിസ്റ്ററിയിൽ എഡിറ്റ് ചെയ്ത് മാറ്റണം. ആ ബേസിക് പേയിലൊക്കെ ഉള്ള മാറ്റം നമ്മൾ അവിടെ വരുത്തണം. അങ്ങനെ സർവീസ് ഹിസ്റ്ററി എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സ്പാർക്കിലൂടെ എക്സസ് പേ പ്രോസസ് ചെയ്യാൻ കഴിയൂ. ഓക്കെ, അങ്ങനെ പ്രോസസ് ചെയ്താൽ അതൊരു മൈനസ് ബില്ലായിട്ട് വരും. അപ്പോൾ സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിംഗിൽ എക്സസ് പേ ബിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ബില്ല് എടുത്ത് നോക്കിയാൽ നമുക്കത് കാണാം. അതിൽ മൈനസ് ഫിഗർ ആയിട്ട് ആ എമൗണ്ട് കാണും. ഇനി അത് നമുക്ക് 2 രൂപത്തിൽ തിരിച്ചടയ്ക്കാം. വലിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ട്രഷറിയിൽ അടച്ചിട്ട് നമുക്ക് ആ വിവരം സ്പാർക്കിൽ ചേർക്കാം. ഇനി ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്പാർക്കിലൂടെ തന്നെ അടുത്ത ഒരു മാസത്തെ സാലറി അത് കട്ട് ചെയ്യാം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ ട്രഷറിയിൽ ആ എമൗണ്ട് അടച്ചാൽ അത് സ്പാർക്കിൽ മാനുവലായിട്ട് എൻറ്റർ ചെയ്യണം. അങ്ങനെ എൻറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ
പിന്നെ വരുന്ന അരിയറുകൾക്കൊക്കെ ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ അതിൽ വരില്ല. അതായത് നമ്മളിപ്പം ഈ എക്സസ് തിരിച്ചടച്ചില്ലെങ്കിൽ, അത് മാനുവലായിട്ട് എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ഈ അരിയറിൽ എന്ത് ചെയ്യും, ഈ എമൗണ്ട് മൈനസ് ആയിട്ട് അവിടെ കിടക്കും. അപ്പൊ ആ എമൗണ്ട് ഇത് കുറയും. ഹലോ, സമയം ഏതാണ്ട് 4 മണിയുടെ അടുത്തെത്തിരിക്കുകയാണ്. നിങ്ങൾ ഒരു പോയിന്റിൽ കൺക്ലൂഡ് ചെയ്യാൻ പിന്നെ നമുക്ക് തുടരാം അല്ലേ? ഓക്കെ, ശരി ശരി. 2-3 മിനിറ്റ് കൊണ്ട് കഴിയും സാർ. ഞാൻ ഒന്ന് സൂചിപ്പിച്ചു. ഓക്കെ, അപ്പം അതാണ് പറയുന്നത്. ഇത് 2 തരത്തിൽ നമുക്ക് എക്സസ് പേ റീപേയ്മെന്റ് നടത്താം. ഒന്നുകിൽ ട്രഷറിയിൽ അടയ്ക്കാം, അല്ലെങ്കിൽ സ്പാർക്കിലൂടെ തന്നെ ഇത് നമുക്ക് വരുന്ന ഏതെങ്കിലും ഒരു മാസത്തെ സാലറിയിൽ നിന്ന് നമുക്കിത് ഡിഡക്ട് ചെയ്യാം. അപ്പൊ അതിനുള്ള മാർഗം, ഇങ്ങനെ എക്സസ് പേ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിംഗില് റിക്കവറി ഓഫ് എക്സസ് പേ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിംഗില് എക്സസ് പേ പ്രോസസ്സിംഗിന്റെ താഴെയായിട്ട് റിക്കവറി ഓഫ് എക്സസ് പേ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മള് അതില് സാധാരണ പോലെ ഓഫീസും പിന്നെ DDA കോഡും ഒക്കെ സെലക്ട് ചെയ്യാണ്ട് അതിന്റെ ശേഷം നമ്മൾ ഈ എക്സസ് പേ ബില്ല് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഏത് മാസത്തെ സാലറിയിൽ നിന്നാണോ ഇത് റിക്കവർ ചെയ്യേണ്ടത് ആ മാസവും ആ വർഷവും മാസവും സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ ആ മാസത്തെ സാലറിയിൽ നിന്ന് തന്നെ ഈ എക്സസ് പേ റിക്കവർ ചെയ്ത് പോകും. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ വലിയൊരു എമൗണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് നേരിട്ട് ട്രഷറി തന്നെ അടച്ചിട്ട് അത് നമ്മൾ സ്പാർക്കിൽ എൻ്റർ ചെയ്യണം. സ്പാർക്കിൽ എൻ്റർ ചെയ്താലേ അത്രയും നമുക്ക് അടുത്ത എരിയർ ഒക്കെ പ്രോസസ് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം അതിൽ റിഫ്ലക്ട് ചെയ്യും. ഇനി നല്ലത് എന്താണ്, ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ അടുത്ത മാസങ്ങളിലെ സാലറിയിൽ നിന്ന് റിക്കവർ ചെയ്യാം. ഇവിടെ ഒരു സംശയം വരും. ഇപ്പോ ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുന്ന ഒരു എംപ്ലോയിയുടെ 45,000 റുപ്യ, ഇയാൾക്ക് ഒരു 40,000 റുപ്യ ഇങ്ങനെ റിക്കവർ ചെയ്യാനുണ്ട്. അപ്പം ആ 40,000 റുപ്യ ഒന്നിച്ച് ഒരു മാസം ശമ്പളത്തിൽ നിന്ന് റിക്കവർ ചെയ്താൽ അയാളെ മറ്റ് അടവുകളൊന്നും അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ആവുമ്പോൾ എന്താ ചെയ്യുക, ഇപ്പൊ ഇയാളൊരു 6 മാസത്തെ റിക്കവറി ആണുള്ളെങ്കിൽ 3 മാസവും 3 മാസമായിട്ട് 2ആയിട്ട് എന്ത് ചെയ്യുക, പ്രോസസ് ചെയ്യുക. സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിംഗിൽ എക്സസ് പേ പ്രോസസ്സിംഗ് പോയാൽ അവിടെ പീരീഡ് കൊടുക്കാനുണ്ട്. അവിടെ ഇപ്പം ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള 6 മാസം അല്ലെങ്കിൽ 7 മാസം ആണെങ്കിൽ ഒന്നിച്ച് പ്രോസസ് ചെയ്താൽ 40,000 രൂപ ഉണ്ട്. അത് ഒന്നിച്ചൊരു മാസം ശമ്പളത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ജൂൺ മുതൽ ഒരു 3 മാസം കൊടുക്കുക, പിന്നെ ഒരു 4 മാസം കൊടുക്കുക. അങ്ങനെ 2ആയിട്ട് ബില്ല് പ്രോസസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഓരോ ബില്ലും ഓരോ മാസത്തെ സാലറിയിൽ നിന്ന് റിക്കവറി ചെയ്യാം. അങ്ങനെ കൊടുത്താൽ നമുക്ക് അത് റിക്കവർ ചെയ്യാം. ഇനി അതിലും വലിയൊരു 1 ലക്ഷം ഒക്കെ ആണെങ്കിൽ നമുക്ക് സാലറി നിങ്ങൾ റിക്കവർ ചെയ്യാൻ കഴിയില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ട്രഷറിയിൽ അടച്ചിട്ട് ആ ഡീറ്റെയിൽസ് ഇതിൽ ചേർത്താലും മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പേഴ്സണൽ സർവീസ് ഹിസ്റ്ററി, നമ്മുടെ ആദ്യത്തെ സർവീസ് മാറ്റേഴ്സിലെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു മെനു ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളൂടി നമ്മൾ പറഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങളൂടി സർവീസ് മാറ്റേഴ്സിലുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ ഇപ്പൊ സമയം 4 മണി കഴിഞ്ഞു, 1.5 മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ക്ലാസ്. ഏതായാലും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായിട്ട് നടത്താം. ഓക്കെ, താങ്ക് യു. പ്രമോദ് മാഷ് വളരെ വിശദമായി വളരെ നല്ല രീതിയിലാണ് ക്ലാസ് എടുത്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് എപ്പോഴാണെന്നുള്ള തീരുമാനിക്കാം. മുസ്തഫ മാഷെ, നന്ദി പറയാൻ വിളിക്കട്ടെ. മുസ്തഫ മാഷെ, മുനാസ് മാഷെ നന്ദി പറയുന്നു, ഔപചാരികമായി നന്ദി പറയുന്നതിനോട് ക്ഷണിക്കുന്നു. മുനാസ് മാഷ്, മുനാസ് സാറേ. ജയരാജ് മാഷ്, മൂസക്കോയ മാഷ് ഓഡിയോ വർക്ക് ചെയ്യുന്നില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. പറഞ്ഞോളൂ. ആയിക്കോട്ടെ. അല്ല, മുനാസ് സാറെ ക്ഷണിക്കാണ്. മുനാസ് സാറ് നന്ദി പറയുന്നുണ്ട്. മുനാസ് സാറില്ലേ? മുനാസ് സാർ. സാർ കേൾക്കാവോ? ഓ, കേൾക്കാം. പ്രിയപ്പെട്ട പ്രധാന അധ്യാപക സുഹൃത്തുക്കളെ, ഇത് ഇന്നത്തെ 4ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ്.
4ാമത്തെ ദിവസത്തെ ക്ലാസ് ആണെങ്കിലും 2ാമത്തെ ക്ലാസ് ആണിത്. 2ാമത്തെ ക്ലാസ്സിന്റെ റിപ്പീറ്റേഷൻ ആണ് ഇന്ന് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു രീതിയിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് 2 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് വളരെ വളരെ ഭംഗിയായിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് നമുക്ക് കടക്കാൻ കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒരു ടീമിൽ വർഷങ്ങളായി അധ്യാപകർക്ക് ക്ലാസ് എടുക്കുന്ന കുറെ ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെ സേവനം നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. എനിക്ക് ആദ്യത്തെ 2 ക്ലാസ്സുകൾ എനിക്ക് കയറാൻ പറ്റിയിരുന്നില്ല, ചില വ്യക്തിപരമായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട്. ഇന്നാണ് ഞാൻ ക്ലാസ് കയറുന്നത്. പ്രമോദ് സാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സ്ലോ ആയിട്ട് അതോടൊപ്പം തന്നെ വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് ക്ലാസ് എടുത്തത്. ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് പോലും വളരെ നല്ല രീതിയിൽ മനസ്സിലാവുന്ന തരത്തിലാണ് ക്ലാസ് എടുത്തത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്പാർക്കെല്ലാം അത്യാവശ്യം ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യാറ്. അപ്പൊ ഇതിൽ എനിക്ക് ഉള്ള ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ നമുക്ക് സാധാരണ പറയാറില്ല, നമ്മുടെ കമ്പ്യൂട്ടർ പഠനത്തില് കമ്പ്യൂട്ടറുമായിട്ട് എപ്പോഴും ഇടപഴകി കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കുള്ളൂ. നമ്മളൊരു 6 മാസം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ സുന്ദരമായിട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. അതേ രീതി തന്നെയാണ് സ്പാർക്കിലും. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, സാലറിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. എന്നാൽ നമുക്ക് എന്താ പറയാ, യാതൊരു പ്രയാസവും ഇല്ലാതെ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഉറപ്പിക്കാനും അതേ രീതിയിൽ തന്നെ ഓരോ കാര്യവും നമുക്ക് ചെയ്യാനും പറ്റും.